കഥാകാരി, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തയായ BM സുഹറയാണ് ഈ സംവാദത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരം നേടിയിട്ടുണ്ട് BM സുഹറ. തൊട്ടപ്പൻ എന്ന കഥാസമാഹാരത്തിലൂടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കഥാകാരനാണ് ഫ്രാൻസിസ് നൊറോണ. പുതിയ കാലത്തിന്റെ ഭാവുകത്വം അവതരിപ്പിക്കുന്ന എഴുത്തുകാരനാണ് ഫ്രാൻസിസ് നൊറോണ. ആധുനിക കഥയെ നവീനങ്ങളായ ഭാവുകത്വ പരിണാമങ്ങളിലേക്ക് നയിച്ച കഥാകൃത്തും നോവലിസ്റ്റുമാണ് BM ദേവദാസ്. കഥാകൃത്ത്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് വിനു അബ്രഹാം. അദ്ദേഹത്തിന്റെ നഷ്ടനായിക എന്ന നോവൽ സെല്ലുലോയിഡ് എന്ന പേരിൽ സിനിമയായിട്ടുണ്ട്. കഥാകൃത്ത് എന്ന നിലയിൽ ശ്രദ്ധേയനായ C. അനൂപ് ദൃശ്യമാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ പ്രശസ്തനാണ്. മികച്ച പുസ്തക എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. മികച്ച ടെലിവിഷൻ കമന്റേറ്റർക്കുള്ള പുരസ്കാരവും ഏറ്റവും നല്ല ടെലിവിഷൻ പരിപാടിക്കുള്ള പുരസ്കാരവും നേടി. നോവലിസ്റ്റ്, കഥാകാരി, ഗവേഷക എന്ന നിലയിൽ പ്രശസ്തയാണ് M. മഞ്ജു. കഥാകാരൻ, നോവലിസ്റ്റ്, ഹാസ്യസാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് VKK രമേശ്. 9 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹു ഈസ് അഫ്രൈഡ് ഓഫ് VKN എന്ന ആദ്യ പുസ്തകത്തിന് 2018 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി. കേരള സാഹിത്യ അക്കാദമിയിലെ ജോലിക്കാരനാണ്. ആധുനിക കാലത്തിന്റെ സങ്കീർണതകൾ ഒപ്പിയെടുക്കുന്ന മികച്ച കഥാകൃത്ത് എന്ന നിലയിൽ ശ്രദ്ധേയനാണ് ഐസക് ഈപ്പൻ. കഥയിൽ ജ്ഞാനം എന്ന വിഷയത്തിൽ നമ്മളോട് സംവദിക്കാനെത്തിയ BM സുഹറ, ഫ്രാൻസിസ് നൊറോണ, BM ദേവദാസ്, വിനു അബ്രഹാം, C. അനൂപ്, M. മഞ്ജു, VKK രമേശ്, ഐസക് ഈപ്പൻ എന്നിവർക്ക് ഹൃദ്യമായ സ്വാഗതം പറയുന്നതിനോടൊപ്പം BM സുഹറയെ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വേദിയിലുള്ളവരെ, സഹപ്രവർത്തകരെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും എൻ്റെ സ്നേഹം, പ്രാർത്ഥന. നമ്മളൊരു വലിയ വിഷമം പിടിച്ച കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോകുന്ന മനുഷ്യരാണ്. സാങ്കേതിക വിദ്യകൾ, ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള അകലം കുറച്ചെങ്കിലും മനുഷ്യ മനസ്സുകളെ തമ്മിൽ അകറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അധികാരമോഹം തലക്ക് പിടിച്ച ഭരണാധികാരികൾ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കാച്ചുകെട്ടി ഇറങ്ങിയതോടാണ് മനുഷ്യർ പരസ്പര സംശയത്തോടെ നോക്കാനും ഇടപഴകാനും തുടങ്ങിയത്. യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഇസ്രായേൽ പാലസ്തീനിലെ ജനങ്ങളെ കൊന്നൊടുക്കുകയും തിന്നാനും ഉടുക്കാനും കിടക്കാനും ഇടമില്ലാതെ അവർ നിസ്സഹരായി പരക്കം പായുമ്പോൾ നമുക്ക് സ്വസ്ഥമായിരുന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എങ്ങനെ സാധിക്കുമെന്ന് പലപ്പോഴും ആലോചിച്ച് മനസ്സ് നീറ്റുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം കൂടിച്ചേരലുകളും സംവാദങ്ങളും ചർച്ചകളുമൊക്കെ അനിവാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു കേരളത്തിനകത്തും പുറത്തുമുള്ള എഴുത്തുകാരെ വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ച അക്കാദമിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. എന്നെ കൂടി ഇതിൽ പങ്കാളിയാക്കിയുള്ള നന്ദിയും ഞാൻ ആദ്യമേ പറയുകയാണ്. എഴുത്തുകാർ വാചാലരാകുന്നൊരു വിഷയമാണ് കഥയും ഞാനും. പക്ഷേ സമയപരിമിതി കൊണ്ട് മറ്റ് സഹപ്രസംഗകരെ ഓക്കുന്നത് കൊണ്ടും വളരെ കുറിച്ച് എനിക്ക് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻട്രാക്ഷന് സമയം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. സാഹിത്യ ലോകത്ത് വന്നു വിട്ടിട്ട് 10-40 വർഷമായി. പക്ഷേ എന്തിനെഴുതുന്നു എന്ന ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ എനിക്ക് ഇന്നും സാധിച്ചിട്ടില്ല. വീടകമേ ലോകമെന്നു കരുതി ജീവിച്ച് ഞാൻ എങ്ങനെ ഈ രംഗത്തെത്തി, അല്ലെ വന്നുവിട്ടു എന്ന് പലതവണ എന്നോട് തന്നെ ചോദിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എനിക്ക് വേണ്ടി മാത്രം എഴുതി തുടങ്ങിയതാണ് എന്ന്. എൻ്റെ സന്തോഷവും സങ്കടവും ഉള്ളൊരുക്കങ്ങളും കണ്ണീരും ചിരിയുമൊക്കെ ആരെങ്കിലുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നിയപ്പോൾ അങ്ങനെ അറിയാതെ എഴുതിപ്പോയതാണ്. എൻ്റെ ആദ്യ നോവലായ കിനാവ് എഴുതുമ്പോൾ വായനക്കാരോ പ്രസാധകരോ ഒന്നും തന്നെ എൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല. എഴുത്താണ് എൻ്റെ വഴി എന്ന തിരിച്ചറിവും അപ്പോൾ എനിക്കുണ്ടായിരുന്നില്ല. ഒരു തീം അല്ലെങ്കിൽ പ്രമേയം എങ്ങനെ കഥയോ നോവലോ ആയി രൂപാന്തരപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ എഴുത്തുകാരെയും പോലെ പെട്ടെന്നൊരു ഉത്തരം പറയാൻ എനിക്കും സാധിച്ചെന്ന് വരില്ല. കാരണം എഴുത്തിനങ്ങനെ പ്രത്യേകിച്ചൊരു ഫോർമുലയൊന്നുമില്ല. പലരും പല വിധത്തിലായിരിക്കും ഇതിന് ഉത്തരം നൽകുക. ജീവിതം വീട്ടിനകത്തും അടുക്കളയിലും തളച്ചിട്ടത് കൊണ്ടായിരിക്കാം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എഴുത്ത് കടുക് വറുക്കുന്നത് പോലെയാണെന്ന്. മനസ്സ് ചിലപ്പോൾ ചുട്ടുപഴക്കും, തിളച്ചു മറിയും. അപ്പോൾ ചൂടായ എണ്ണയിൽ നിന്ന്
കടുകുമണികൾ പുറത്തേക്ക് തെറിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് വാക്കുകളും വരികളും പുറത്തേക്ക് തെറിക്കുകയും അത് ചിലപ്പോൾ നോവലോ കഥയോ ഒക്കെ ആയി രൂപാന്തരപ്പെടുകയും ചെയ്യും. ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും പ്രതികരിക്കുകയും പ്രതികരണങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ഒപ്പം ഭാവനയ്ക്ക് ചിറകുമുളക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും എഴുത്തിന് തുടക്കം കുറിക്കുന്നത്. വീണ്ടും വായിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ പല കണ്ണികകളും വാക്കുകളും ഒക്കെ അനാവശ്യമാണല്ലോ, അപ്പോൾ അത് വീണ്ടും തിരുത്തണോ അതോ ചവിട്ടുകൊട്ടയിൽ എറിയണോ എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത അങ്കലപ്പിലായിരിക്കും. അപ്പോൾ പുതിയ പദങ്ങളും വാക്കുകളും കണ്ടെത്തുക പലപ്പോഴും എളുപ്പമല്ല. പക്ഷേ മനസ്സിൽ കണ്ടും കേട്ടും പതിഞ്ഞ കാര്യങ്ങൾ മിനി സ്ക്രീനിൽ എന്ന പോലെ മുന്നിൽ തെളിയുമ്പോൾ എഴുത്ത് എനിക്ക് സുഗമമാകാറുണ്ട്. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ചിലർ മറ്റു നിത്യവൃത്തി ചെയ്ത പോലെ ദിവസവും ഇത്ര താളുകൾ എഴുതും, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇത്ര താളുകൾ എഴുതുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും അങ്ങനെ എഴുതി തീർക്കുകയും ചെയ്യുന്ന ബെസ്റ്റ് സെല്ലേഴ്സൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലരാകട്ടെ മനസ്സ് അല്ലാതെ തിളച്ചു മറിയുമ്പോൾ മാത്രമാണ് എഴുതാൻ തുടങ്ങുന്നത്. ഞാൻ ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ്. നിരാശയുടെ കൊടുമുടിയിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരാശയം വീണ് കിട്ടുന്നത്. വല്ലപ്പോഴും ഉണ്ടായ ഒരു തിക്താനുഭവം, അല്ലെങ്കിൽ കരയിച്ച, ചിരിപ്പിച്ച, ത്രസിപ്പിച്ച സംഭവങ്ങൾ, ആരെങ്കിലും പറഞ്ഞു കേട്ട ദുരന്ത കഥകൾ, ചില കരള് പിളർക്കുന്ന ചില പത്രവാർത്തകൾ, ചിലരുടെ ഹുങ്ക്, അഹങ്കാരം ഒക്കെയും എഴുത്തിന് പ്രേരകമാകാറുണ്ട്. അപ്പോൾ മുൻപ് കണ്ട് മറന്ന പലരും മുന്നിലെത്തും. അതോടെ പാത്രസൃഷ്ടി എളുപ്പമാകുന്നു. കഥാപാത്രങ്ങളെ എനിക്ക് പരിചയമുള്ള ഒരാളെ അതേപടി ഞാൻ പകർത്താറില്ല. പലരിൽ നിന്നെടുത്ത പല സ്വഭാവങ്ങൾ വെച്ച് എനിക്കിഷ്ടമുള്ളതുപോലെ അവരെ രൂപപ്പെടുത്തുകയാണ് പതിവ്. വായന മാത്രമായിരുന്നു എഴുത്തിലേക്ക് വരാൻ എന്നെ പ്രാപ്തയാക്കിയത്. ബാലഭക്തിയിൽ നിന്ന് തുടങ്ങി ക്ലാസിക്കുകളെത്തിയ വായന ഭാഷാപരവും ശൈലീപരവുമായ അനുഭവങ്ങൾ, അത് സാധ്യതകൾ എനിക്ക് കാട്ടിത്തരികയായിരുന്നു. എനിക്ക് കാരണം ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു, അല്ലെങ്കിൽ ഹിന്ദി ആയിരുന്നു എടുത്തത്. പക്ഷെ വായനയാണ് എനിക്ക് ഭാഷാപരമായ അറിവുണ്ടാക്കി തന്നത്. അനുഭവങ്ങൾ അതേപടി പകർത്തി വെച്ചാൽ നോവലോ കഥയോ ആവില്ല എന്ന് മനസ്സിലാക്കി തന്നതും വായനയാണ്. നമ്മൾ എല്ലാവരും എഴുത്തുകാരും ചെയ്യുന്നത് മനുഷ്യ ജീവിതത്തോടെ വാക്കുകളിലൂടെ ശില്പമാക്കുക എന്നൊരു പ്രവൃത്തിയാണ്. അതിന് ഭാഷ വശമാകണം. അങ്ങനെ ഒരു ജീവിതം ശില്പമാക്കണമെങ്കിൽ ഭാഷ വശമാകണം. തങ്ങളുടെ വിചാരങ്ങൾ സർഗാത്മകമായി എഴുതി തീർക്കണമെങ്കിൽ നമുക്ക് ഭാഷ കൂടിയേ തീരും. ഭാഷ മാറിക്കൊണ്ടേയിരിക്കും. പഴയ കാലത്തിലുള്ള ഭാഷ ആയിരിക്കില്ല പുതിയ കാലത്ത്. ഇപ്പം നമ്മൾ ഇന്നത്തെ ഇംഗ്ലീഷ് ഭാഷ, ഷേക്സ്പിയർ കൃതികൾ ഇന്ന് നമ്മൾ വായിക്കുമ്പോൾ പഴയ ഇംഗ്ലീഷ് ഭാഷ തന്നെയാണോ ഇതെന്ന് നാം സംശയിച്ചു പോകാറുണ്ട്. അതുപോലെ 18-ാം നൂറ്റാണ്ടിലാണ് പ്രസിദ്ധ ഹെമിംഗ്വേ ശൈലി, ഹെമിംഗ്വേ ജീവിച്ചിരുന്നതെങ്കിൽ ഹെമിംഗ്വേ സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കുമോ എന്ന് പലരും ചർച്ചകൾ നടത്തിയതും ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് സുപരിചിതമായ ദേശത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമാണ് ഞാൻ എന്നും എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രാദേശിക എഴുത്തുകാരി എന്ന് വിളിക്കുന്നതിൽ എനിക്ക് പരിഭവമില്ല. ഇത് എൻ്റെ വാക്കുകളല്ല, അമേരിക്കൻ ചെറുകഥാകൃത്തുക്കളിൽ പ്രമുഖയായ ലുഡോറോ വെൽറ്റിയുടെ വാക്കുകളാണ്. ഞാനിവിടെ കടമെടുത്തതാണ്. കാരണം മലബാർ മുസ്ലിം ജീവിതം അവരുടെ ഭാഷയിൽ അവരുടെ ജീവിതം ചിത്രീകരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും ലുഡോറോ വെൽറ്റിയുടെ വാക്കുകൾ പ്രചോദനമായിട്ടുണ്ട്. അവർ അമേരിക്കയിലെ തെക്കൻ ദേശക്കാരിയായിരുന്നു. ഞാനാകട്ടെ വടക്കേ മലബാറിലെ ഒരു പ്രത്യേക കണ്ണൂർ, തലശ്ശേരി പോലുള്ള വിഭാഗങ്ങളിലെ കഥകളും അവരുടെ സ്ത്രീകളുടെ വിഷമങ്ങളും അതുപോലെ അവരുടെ ഭാഷയും ഒക്കെ ഉപയോഗിച്ച് എഴുതുമ്പോഴൊക്കെ ഇവരുടെ വാക്കുകൾ എനിക്ക് പ്രചോദനമാകാറുണ്ട്. എല്ലാവരും എഴുതുന്ന ഏതെങ്കിലും ദേശത്തെ പറ്റിയായിരിക്കും. അപ്പോൾ ദേശവും ഭാഷയും ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എഴുത്തുകാർക്കുണ്ട്. എൻ്റെ ദേശത്തെക്കുറിച്ചും എന്നോടൊപ്പം ജീവിക്കുന്ന എന്നെപ്പോലുള്ള സാധാരണ മനുഷ്യരെക്കുറിച്ചും എഴുതുമ്പോഴാണ് എനിക്ക് എപ്പോഴും എഴുത്ത് എളുപ്പമാകുന്നത്. എന്തെങ്കിലും ഒരു ദേശത്ത് സംഭവിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എഴുതുന്ന ഏതെങ്കിലും ദേശത്ത് സംഭവിക്കുന്ന കഥകൾ തന്നെയാണ് കഥയ്ക്ക് വിഷയമാക്കാറുള്ളത്. സ്വന്തം വിചാരങ്ങൾ വായനക്കാരുടെ ഉള്ളിൽ തട്ടും വിധം എഴുതി ഫലിപ്പിക്കണമെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന, അവരെ രസിപ്പിക്കുന്ന, ത്രസിപ്പിക്കുന്ന ഭാഷ കൂടിയേ തീരൂ. ഭാഷ വഴങ്ങാതെ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും എഴുത്ത് ശ്രമകരമാകുന്നതും മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും. ഭാഷ പോലെ തന്നെ കാലത്തിനും എഴുത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാലം മാറുന്നതിനനുസരിച്ച് രചനാരീതികൾ മാറിയില്ലെങ്കിൽ എഴുത്തുകാർക്ക് നിലനിൽപ്പ്
ഇല്ല. അതുകൊണ്ട് കാലഘട്ടത്തെ അടയാളപ്പെടുത്തുമ്പോഴാണ് ഒരു കൃതി പൂർണ്ണമാകുന്നത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കണ്ണും കാതും തുറന്നു വെച്ച് ദീർഘനാളത്തെ അലച്ചിലിനൊടുവിലായിരിക്കും ചിലപ്പോൾ ഒരു കഥയ്ക്കോ നോവലിനോ ഒക്കെ ഉള്ള പ്രമേയം വീണ് കിട്ടുന്നത്. അത് ശരിക്കും എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും അതുപോലെ അഭിമാനത്തിൻ്റെയും ഒക്കെ നിമിഷങ്ങളാണ് അങ്ങനെ കിട്ടുന്നത്. സൗഭാഗ്യത്തിൻ്റെ ഒക്കെ നിമിഷങ്ങളാണ്. സ്വപ്നം കണ്ട സംഭവങ്ങൾ പോലും ചിലപ്പോൾ കഥയ്ക്ക് വിഷയമാകാറുണ്ട്. വീട്ടിനകത്തും പുറത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന അതിക്രമങ്ങളും അസ്വാതന്ത്ര്യങ്ങളും മാത്രമല്ല, തലതിരിഞ്ഞ ഭരണബഹിഷ്കാരങ്ങളും ഭരണകൂട ഭീകരതകളും ഒക്കെ വല്ലാതെ മനസ്സിനെ അലോസപ്പെടുത്താറുണ്ട്, അസ്വസ്ഥപ്പെടുത്താറുണ്ട്, ഉറക്കം നഷ്ടപ്പെടുത്താറുണ്ട്. ഇടയായി കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചാണ് നമ്മൾ പലരും ജീവിക്കുന്നത്. അപ്പോൾ ഈ പാർലമെൻറ്റിൽ പൗരത്വ നിയമം അവതരിപ്പിച്ചപ്പോൾ ന്യൂനപക്ഷക്കാരുടെ ചെറുത്തുനിൽപ്പും അതേ തുടർന്നുണ്ടായ അവരോട് കാണിച്ച അതിക്രമങ്ങളും നോട്ട് നിരോധനം മൂലം സാധാരണക്കാർ അനുഭവിച്ച പ്രയാസങ്ങളും ഒക്കെ മനസ്സിനെ വല്ലാതെ നീറ്റിയ സംഭവങ്ങളാണ്. അതിനേക്കാളും നീറ്റിയൊരു സംഭവമാണ് ബീഫ് നിരോധനം. ബീഫ് നിരോധനത്തിൻ്റെ പേരിൽ UP-യിൽ ഒരാളെ ആൾക്കൂട്ടം കൊല്ലുന്നത് കണ്ടപ്പോൾ ശരിക്കും വല്ലാതെ വേദന തോന്നി. നമ്മൾ എന്ത് കഴിക്കണം, എന്തുടുക്കണം എന്നൊക്കെ ഭരണകൂടം തീരുമാനിച്ചാൽ എന്തു ചെയ്യും എന്നുള്ളൊരാധി വല്ലാതെ അലട്ടി. അങ്ങനെയാണ് ദജ്ജാലിൻ്റെ വരവ് എന്നൊരു കഥ ഞാൻ എഴുതിയത്. അപ്പം ഈ ബീഫ് നിരോധനം മൂലം വളരെ ന്യൂനപക്ഷക്കാരുള്ളൊരു ഭീതി ഉണ്ടായി. കാരണം അവനവന് ഇപ്പം നമുക്ക് മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്തിരിയും ഇറച്ചും ഇല്ലെങ്കിൽ അത്താഴം ശരിയാവില്ല എന്നുള്ളൊരു വിചാരമുള്ള ആളുകളാണ് ഞങ്ങളെപ്പോലുള്ളവർ. അപ്പം നമുക്ക് വേണമെങ്കിൽ ബീഫ് കഴിക്കാതെ ജീവിക്കാം. പക്ഷെ ഒരു ജനത എന്തുടുക്കണം, എന്ത് കഴിക്കണം എന്നൊക്കെ ഭരണകൂടം തീരുമാനിക്കുമ്പോഴുള്ളൊരു ഭീതി, അതാണ് ആളുകളെ വല്ലാതെ അങ്കലാപ്പിലാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ബീഫ് നിരോധനമാണ് ദജ്ജാലിൻ്റെ കഥ ഞാൻ എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഒരു മധ്യമവർഗ മുസ്ലിം കുടുംബം ബീഫ് നിരോധനത്തെക്കുറിച്ച് ഉണ്ടായ അവരുടെ ഉള്ളിലെ ആദിയാണ് ആ കഥയുടെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പം ഒരു വിശ്വാസമുണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ, ലോകാവസാനം അടുക്കുമ്പോൾ മനുഷ്യനെ വഴിതെറ്റിക്കാനായി ദജ്ജാൽ എന്ന കൊടും ഭീകരൻ ഇറങ്ങും. അപ്പോൾ അത് കുട്ടിക്കാലത്ത് ഇന്നലെ നമ്മളെ ഖുർആൻ ഉദ്ധരിച്ച് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. തെറ്റ് ചെയ്യാതിരിക്കാനാണ്. തെറ്റ് ചെയ്താൽ ആ അന്ത്യനാളിൽ ദജ്ജാൽ ഇറങ്ങി നമ്മളെ വല്ലാതെ ദ്രോഹിക്കും. നമുക്ക് അപ്പോൾ നേർവഴിയിലാകുന്നവർക്ക് മാത്രമേ സ്വർഗമുള്ളൂ എന്നൊക്കെയുള്ള ഉമ്മയുടെ വാക്കുകൾ എൻ്റെ ഉള്ളിലിങ്ങനെ മുഴങ്ങാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ഈ ഒരാളെ ഉത്തർപ്രദേശിൽ തല്ലിക്കൊന്ന ആളുകളുടെ കൂട്ടത്തിൽ, ആ ആൾക്കൂട്ടത്തിൽ എനിക്ക് ദജ്ജാലിൻ്റെ മുഖം കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ നമ്മളൊരു നിഗമനത്തിൽ ഈ ലോകാവസാനം എടുത്തതുകൊണ്ടാണ്, അന്ത്യകാഹളം മുഴങ്ങാനായതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്നതും ഭരണകൂടം ജനങ്ങളെ തല്ലിക്കുന്നതും കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ അതിക്രമങ്ങൾ നടക്കുന്നതും ഒക്കെ ഇതിൻ്റെ അവസാന നാളിൻ്റെ വരവിൻ്റെയും ദജ്ജാൽ നാട്ടിലിറങ്ങുന്നതിന് സൂചനയാണ് എന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനത്തിലെത്തി. അതുപോലെ തന്നെ ആ കഥയിലെ നായകനും നായികയും വിചാരിക്കുന്നു ഇതൊക്കെ ഇന്നിപ്പം വോട്ട് ചെയ്ത് നമ്മൾ ജയിപ്പിച്ച ജനപ്രതിനിധികൾ ജനങ്ങളോട് അതിക്രമം കാണിക്കുന്നതും ജനങ്ങളെ മറക്കുന്നതും ഒക്കെ ഈ ദജ്ജാലിൻ്റെ വരവിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് നമുക്കിതൊന്നും ആലോചിച്ച് ആദ്യപ്പെടേണ്ട. ന്യൂനപക്ഷക്കാരെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് ബീഫ് കഴിക്കേണ്ടിയവർ പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ എന്നുള്ള ചിലരുടെ വാക്കുകളാണ്. അപ്പം അത് വെറും വാക്കുകളാണ്. നമുക്ക് അവസാനം എടുക്കാൻ പോയ എല്ലാ മനുഷ്യരും ഇതുപോലെയൊക്കെ ആവും. അവർ ക്രൂരന്മാരാവും, തമ്മിൽ തല്ലും, സ്ത്രീകളെ ആക്രമിക്കും, വേണ്ടാത്തതെല്ലാം നടക്കും. അതൊന്നും ആലോചിച്ച് നമ്മൾ ആദ്യം പിടിക്കണ്ട. നമുക്ക് ഇത്രയും നാളം കഴിഞ്ഞതുപോലെ അങ്ങനെ അങ്ങ് കഴിയാമെന്ന് അതിലെ കഥാനായകൻ ഭാര്യയെ സമാധാനിപ്പിച്ചതോടെ എൻ്റെ ഉള്ളിലെ ഇരുട്ട് പകന്നു. പിന്നെ വെളിച്ചത്തിന് മേൽ വെളിച്ചമായി. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ എങ്ങനെയാണ് ഒരു കഥ എഴുതുന്നതെന്ന്. നമ്മൾ ഏത് ദേശത്തെപ്പറ്റി എഴുതണം, ഏത് ഭാഷയിൽ എഴുതണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് എഴുത്തുകാർ തന്നെയാണ്. അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എഴുത്തുകാർക്കുണ്ട്. ഏത് ദേശത്ത് എന്നോട് ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചൊക്കെ ഇപ്പോൾ എഴുത്ത് എളുപ്പമാകുന്നത് എനിക്ക് എൻ്റെ ദേശത്തെക്കുറിച്ച് എഴുതുമ്പോഴാണ് പലപ്പോഴും എളുപ്പമാകാറുള്ളത്. ഭാഷ പോലെ തന്നെ പറഞ്ഞ കാലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാലം അനുസരിച്ച് മാറിയില്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോകുന്നുള്ള ഒരു ഭയം എപ്പോഴും എഴുത്തുകാരുടെ ഉള്ളിൽ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അലോസരപ്പെടുത്താറുണ്ട്. നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഭാഷ വശമാക്കിയേ തീരുവുള്ളൂ.
സാധാരണ സംഭവങ്ങളിലെ കാണാപ്പുറങ്ങൾ കാണാനാണ് എഴുത്തുകാർ എപ്പോഴും ശ്രമിക്കാറുള്ളത്. എഴുതുമ്പോൾ ഞാൻ സ്വതന്ത്രയാണ്, എനിക്ക് ആരെയും പേടിക്കണ്ട. ജീവിതത്തിലെ നുറുങ്ങു കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഭാവനയ്ക്കനുസരിച്ച് എഴുതുകയും അപ്പോൾ എൻ്റെ ചിന്തകൾക്ക് ചിറകുമുളക്കുകയും ഞാൻ ഏതോ ഒരു ലോകത്തിലാവുകയും എനിക്ക് പറയാനുള്ള ധൈര്യസമേതം പറയുകയും ചെയ്യുന്നു. വീട്ടിലാകുമ്പോൾ നമുക്ക് അങ്ങനെ എപ്പോഴും സ്ത്രീകൾക്ക് ഉറക്കെ അഭിപ്രായം പറയാൻ സാധിച്ചെന്ന് വരില്ല. അപ്പം എഴുത്തിൽ ഞാൻ സർവ്വസ്വതന്ത്രയാണ്, എനിക്ക് എന്തും എഴുതാം, ആരോടും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. അതോടെ ഞാൻ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതോടെ അവർ ജീവിക്കുന്ന നാടും വീടും ഒക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നു. അവർ പറയുന്നത് കേൾക്കാം, അവരുടെ കണ്ണീരും ചിരിയും ഒക്കെ എൻ്റേതായി മാറുന്നു. പക്ഷെ ഇതെല്ലാം ആയാലും കഥ പറഞ്ഞു പോവുക എളുപ്പമാണ്. കഥ കാട്ടിക്കൊടുക്കാനാണ് ഇന്നത്തെ ചെറുപ്പക്കാരായ എഴുത്തുകാരെല്ലാം തന്നെ ശ്രമിക്കുന്നത്. അടക്കമുള്ളൊരു കഥ കാട്ടിക്കൊടുക്കാനാണ്. കഥ കാട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശ്രമകരമായ ഏർപ്പാടാണ്. അപ്പോൾ കഥാപാത്രങ്ങളുടെ വിചാരങ്ങളുടെ ഒഴുക്കിൽപ്പെട്ട് കഥാകത്ത് മുങ്ങിപ്പൊങ്ങേണ്ടി വരും. പിന്നെ അതൊക്കെ ശ്രമകരമായ ഏർപ്പാടാണ് കഥ കാട്ടിക്കൊടുക്കുക. നമ്മൾ കാലത്തിനനുസരിച്ച് ഒരുപാട് മാനസികമായി മാറേണ്ടി വരും. അപ്പം അതുകൊണ്ട് കഥ കാട്ടിക്കൊടുക്കുക എളുപ്പമല്ല. അത് ഇന്ന് നമ്മുടെ ചെറുകഥകളിൽ കാണുന്നുണ്ട്. ചിലരൊക്കെ അവരുടെ കഥകളൊക്കെ വായിച്ചാൽ ഇങ്ങനെ അനുഭവം അതുപോലെ പറഞ്ഞു പോകുന്നതുമായി തോന്നാറുണ്ട്. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായുണ്ടായ കമ്പോളവൽക്കരണം സാഹിത്യരംഗത്തെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ സ്വന്തം പുസ്തകം മാർക്കറ്റ് ചെയ്യാൻ എഴുത്തുകാർക്ക് രംഗത്തിറങ്ങേണ്ടി വരുന്നത്. അവർ നിർബന്ധിതരാകുകയാണ്. അല്ലെങ്കിൽ അവർ തന്നെത്താൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കാൻ സാധിക്കില്ല എന്നൊരു തോന്നൽ എഴുത്തുകാരുടെ ഉള്ളിൽ ഇന്നുണ്ട്. ഇപ്പം അതുകൊണ്ടായിരിക്കും രചന പ്രസിദ്ധീകരണത്തിന് അയക്കാൻ തുടങ്ങുന്നതോടെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം തുടങ്ങുന്നു. സെൽഫ് പ്രൊമോഷനും ഈ കവർ ഇൻട്രഡക്ഷനും ഒക്കെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്, കമ്പോളവൽക്കരണത്തിൻ്റെ ഭാഗം. പക്ഷെ ഇതൊക്കെ കൊണ്ട് താൽക്കാലികമായി പുസ്തക വിൽപ്പന കൂട്ടിയേക്കാം, എഴുത്തുകാർക്ക് കുറച്ചു നാൾ ലൈലൈറ്റിൽ നിൽക്കാൻ സാധിച്ചേക്കാം. പക്ഷേ നമ്മൾ വായനക്കാരുടെ മനസ്സിൽ നിലനിൽക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ തട്ടും വിധം എഴുതിയേ തീരുള്ളൂ. നമ്മൾ എഴുതുന്നതെല്ലാം വായിക്കാമെന്ന് നമുക്ക് വായനക്കാർ വായിക്കണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ സാധിക്കില്ല. അവരെ കൊണ്ട് നമ്മൾ വായിപ്പിക്കണം. അവരെ വായിപ്പിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ തട്ടുന്ന വിധം, അവരെ രസിപ്പിക്കുന്ന വിധത്തിൽ എഴുതാൻ സാധിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ കഴിയില്ല, ചിലപ്പോൾ കഴിയാത്തതുകൊണ്ടായിരിക്കാം എൻ്റെ രചനകളുടെ എണ്ണം കുറഞ്ഞത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഒരു കഥയോ നോവലോ എഴുതിയാൽ നോവൽ ഞാൻ 4-5 കൊല്ലം എടുത്താണ് സാധാരണ പ്രസിദ്ധീകരിക്കാറുള്ളത്. അത് പക്ഷെ ക്വാളിറ്റി കുറയരുത്, ക്വാണ്ടിറ്റി കുറഞ്ഞാലും സാരമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. അങ്ങനെ നമുക്ക് വായനക്കാരുടെ ഉള്ളിൽ എഴുത്തുകാർക്ക് ഇടം കണ്ടെത്താൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ചകളും സംവാദങ്ങളും ഉണ്ടാകേണ്ടത്. ഇവിടെ എല്ലാവരും പ്രഗത്ഭരായ എഴുത്തുകാരാണ്. ഇവരെല്ലാം കഥയെക്കുറിച്ച്, ഞാനും കഥയും എന്ന വിഷയത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കും, സമയമെടുത്തുകൊണ്ട് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഏറെ സന്തോഷത്തോടുകൂടിയാണ് സാഹിത്യ അക്കാദമി എഴുത്തുകാർക്കും വായനക്കാർക്കുമായി ഒരുക്കിയ ഈ ലോകത്തിൽ ഒരംഗത്തെ പോലെ ഞാൻ നിൽക്കുന്നത്. എന്നെ കേൾക്കുന്നതിനായിട്ട് മലയാളത്തിൽ സജീവമായി എഴുതിക്കൊണ്ടിരുന്ന ജോർജ് ജോസഫ് കെ ഉണ്ട്, മിനി പ്രസാദ് മാമയുണ്ട്, മാനസി മാമ ഇരിപ്പുണ്ട്, മറ്റ് പ്രിയപ്പെട്ടവരെല്ലാവരും ഇരിപ്പുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സെഷൻ്റെ പേര് കഥയും ഞാനുമെന്നാണ്. ഞാൻ ആലോചിക്കായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ എന്താണ് സംസാരിക്കുക. എനിക്ക് തോന്നുന്നത്, എങ്ങനെയാണ് എന്നിലൊരു കഥ രൂപപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ ദേശം എങ്ങനെയാണ് എന്നെ ഒരു കഥാകാരനായി വളർത്തിക്കൊണ്ടുവന്നത് എന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആലപ്പുഴ ദേശത്താണ് ജനിച്ചത്. ആലപ്പുഴയ്ക്ക് കരപ്പുറം എന്നൊരു പേരുണ്ട്. കരപ്പുറം, മറ്റൊരു പേര് നെയ്തൽ എന്നാണ്. എൻ്റെ ദേശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, അതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ, അകനാനൂറിലാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്ന ദേശത്തെക്കുറിച്ചൊരു പരാമർശമുള്ളത്. അകനാനൂറിലാണ് തിണകളെ കുറിച്ചിട്ടുള്ളത്. നെയ്തൽ തിണ, മരുതൽ തിണ, പാലത്തിൽ തിണ, അങ്ങനെയൊക്കെയുള്ള 5 തിണകളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ നെയ്തൽ തിണയെക്കുറിച്ച് പരാമർശമുണ്ട്. കേരളത്തെക്കുറിച്ചുള്ള അകനാനൂറിലെ പരാമർശത്തിൽ കേരളം
എന്ന് പറയുന്ന ആ ദേശം 5 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ളതാണെന്നുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു രേഖപ്പെടുത്തൽ ആ പുസ്തകത്തിലുണ്ട്. സംഘകാലത്ത് എഴുതിയ കൃതിയാണത്. അതിൽ കുട്ടനാട് എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടനാട് എന്ന് പറയുന്ന ആ രാജ്യത്തിലെ ഒരു ദേശമായിരുന്നു കരപ്പുറം. ആ കരപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത്. നെയ്തൽ എന്നാണ് ആ കരപ്പുറത്തിൻ്റെ മറ്റൊരു പേര്. നെയ്തൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഉപ്പിൻ്റെ ഉയർപ്പുള്ള മണ്ണ് എന്നാണ്. കടലിനോട് ചേർന്നിട്ടുള്ള ഒരു ദേശം, തീരദേശ ഗ്രാമങ്ങൾ ധാരാളമുള്ള ഒരു ദേശം, കണ്ടലും പുഴയും അതുപോലെയുള്ള തുരുത്തുകൾ, അത്തരമൊരു ഭൂമികയിൽ നിന്നാണ് ഒട്ടുമിക്ക എൻ്റെ കഥകളും രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു ദേശത്തെക്കുറിച്ച്, ദേശത്തിൻ്റെ ചരിത്രം ഞാൻ വായിച്ച് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് 1500 വർഷത്തെ പഴക്കം അതിനുണ്ട്. ഏകദേശം 14-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ചരിത്രമാണ് ഞങ്ങളുടെ ആലപ്പുഴ എന്ന് പറയുന്ന ദേശത്തിനുള്ളത്. ഈ ചരിത്രപരമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പഴക്കം അറിയാൻ വേണ്ടി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഒന്ന് പുരാവസ്തുവാണ്. മണ്ണിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുത്ത് കിട്ടുന്ന വസ്തുക്കൾ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പഴക്കവും പഴമയും പഴയ ചരിത്രവും ഒക്കെ പഠിക്കും. ഇപ്പോൾ അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്ത് കിട്ടുന്നത് വെച്ചിട്ട് നമ്മൾ ആ ദേശത്തെ ചരിത്രത്തെ പുനർനിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഭീകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത്തരം വിഷയങ്ങളല്ല അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത്തരം ഖനനം ആലപ്പുഴ ദേശത്ത് നടന്നിട്ടുള്ളത് മാവേലിക്കര, കുട്ടനാട്, തിരുവല്ല തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇങ്ങനെ ഖനനം ചെയ്യുമ്പോൾ കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവല്ല ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള നന്നങ്ങാടികളാണ്. ഈ നന്നങ്ങാടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് വിശദീകരിക്കുന്ന കാര്യമില്ല, നമ്മുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാണ് ആ ദേശത്തിൻ്റെ പഴമ. ആലപ്പുഴ ദേശത്ത് തുമ്പോളി എന്ന് പറയുന്ന ചർച്ചാണ് ഏറ്റവും പഴക്കമുള്ളത്. അതുപോലെ തന്നെ ആലപ്പുഴ തീരദേശ ഗ്രാമത്തിലെ സൗദി എന്ന് പറയുന്ന സൗദി അറേബ്യ എന്ന് നമുക്ക് സുപരിചിതമാണ്. പക്ഷെ ആലപ്പുഴയിൽ ഒരു സൗദി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു ആരോഗ്യമാതാ ദേവാലയമുണ്ട്. അത് ഏറ്റവും പഴക്കമുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ തീരദേശവും തീരദേശ ഗ്രാമത്തോട് ചേർന്നിട്ടുള്ള പള്ളികൾ, അത്തരം കാര്യങ്ങളാണ് ഈ ആലപ്പുഴയുടെ ഒരു ഭൂപ്രകൃതി. ആലപ്പുഴ പിൽക്കാലത്ത് നമുക്കറിയാം, സാഹിത്യം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, സാഹിത്യത്തിൻ്റെ ആദ്യകാല രചനകൾ നമ്മൾ നോക്കുമ്പോൾ അത് ടു എൻ്റർടൈൻ പീപ്പിൾ, അല്ലെങ്കിൽ സന്മാർഗ ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ഭക്തി ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് സംക്രമിപ്പിക്കുക എന്നുള്ള ഈ 3 ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ സാഹിത്യത്തിൻ്റെ ഒരു രചനാ കാലഘട്ടം തുടങ്ങുന്നത്. നമ്മൾ ഡെക്കാമറൻ കഥകളാണെങ്കിലും ജാതകഥകൾ, ഈസോപ്പ് കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഡെക്കാമറൻ കഥകൾ എന്ന് പറയുന്നത് പ്ലേഗ് ബാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ടു എൻ്റർടൈൻ പീപ്പിൾ എന്നുള്ള ഒരു ബേസിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ അതൊരു സന്മാർഗ ഉപദേശം, സാരോപദേശം തുടങ്ങിയ രൂപത്തിൽ ജാതകഥകൾ, ഈസോപ്പ് കഥകളൊക്കെ വരുന്നുണ്ട്. പിന്നീട് നമുക്കറിയാം, എനിക്കൊന്ന് VM ദേവദാസിനെ പോലുള്ള റൈറ്റേഴ്സൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള CV രാമൻ പിള്ളയുടെ ചരിത്രാഖ്യായികൾ വന്നിട്ടുണ്ട്. അങ്ങനെ കഥകളുടെ ഒരു വളർച്ചയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് കഥകൾ ഏകദേശം ഒരു 1936ഓടുകൂടി തകഴി കേശവദേവ്, അത്തരം എഴുത്തുകാർ കഥയെ അല്ലെങ്കിൽ അവരുടെ നോവലിനെ അല്ലെങ്കിൽ അവരുടെ എഴുത്തിനെ കുറച്ചുകൂടി സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതായിട്ട് കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തകഴിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദേശം, ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ആലപ്പുഴയെ വർണ്ണിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കുട്ടനാടൻ ദേശങ്ങൾ, വയലുകൾ, അതുപോലുള്ള ആലപ്പുഴയും അമ്പലപ്പുഴയും പുറക്കാടും ഒക്കെ ചേർന്നിട്ടുള്ള വലിയ ഭൂമികയിൽ നിന്നാണ് അദ്ദേഹം കഥകൾ എഴുതുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് കുറച്ചുകൂടി ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കഥകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അപ്പം അതിനുശേഷം ബഷീറിനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ബഷീറും അതുപോലെ തന്നെ ഈ അതുവരെ ഉണ്ടായിരുന്ന ഒരു വരേണ്യ രീതികളോട് പൊരുത്തപ്പെടാതെ തനതായ ശൈലിയിലൂടെ ഭാഷയെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരം രീതികൾക്ക് മുൻപുള്ള ഒരു കഥാരചന നമുക്ക് പരിശോധിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ
ഒരു വരേണ്യ ഭാഷയുടെ ആധിപത്യം സാഹിത്യത്തിലുണ്ടായിരുന്നു. ഭാഷ എന്ന് പറയുന്നത് കേവലം കുറച്ച് ആളുകളുടെ മാത്രം കുത്തകയായിട്ടിരിക്കുകയും ആ ഭാഷയുടെ എല്ലാ ആസ്വാദനവും അതിൻ്റെ അനുഭൂതികളുമൊക്കെ കേവലം കുറച്ച് ആളുകളുടെ, വരേണ്യരായിട്ടുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ആര്യൻ അധിനിവേശത്തെ പിന്തുടർന്നെത്തിയ ഒരു കൂട്ടം ആളുകളുടെ കൈപ്പിടിയിലായിരുന്നു. അപ്പം അത്തരം ഒരു വരേണ്യ അധിനിവേശത്തിൻ്റെ പിടിമുറുക്കത്തിൽ നിന്നും ഭാഷയെ മോചിപ്പിച്ചുകൊണ്ട് വരുന്നത് ഈ 1936 മുതലാണ്. വൈക്കം മുഹമ്മദ് ബഷീർ, കേശവദേവ്, ഓടയിൽ നിന്ന് എന്നൊരു ടൈറ്റിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പം അത്തരം രീതിയിൽ അവരുടെ രചനാരീതികളുമൊക്കെ വായിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ നേരത്തെ ആദ്യമേ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ദേശം എന്ന് പറയുന്നത് 1947, അതായത് സ്വാതന്ത്ര്യ സമര കാലത്തിന് തൊട്ടു മുമ്പാണ് ഒരു കമ്മ്യൂണിസത്തിലേക്ക് പോകുന്നത്. അവിടെ ആദ്യകാലത്ത് വഞ്ചി നിർമ്മാണവും തഴപ്പായ നെയ്ത്തുമായിരുന്നു. ഈ തഴപ്പായ നെയ്ത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ കക്കുകളി എന്ന് പറയുന്ന കഥ എഴുതുന്നത്. അപ്പോൾ ഈ വഞ്ചി നിർമ്മാണവും തഴപ്പായ നെയ്ത്തുമായിട്ടിരുന്ന ആലപ്പുഴയിലെ ജനങ്ങളുടെ ഇടയിലേക്കാണ് ഈ പറങ്കികൾ അല്ലെങ്കിൽ സായിപ്പുമായി ഇംഗ്ലണ്ടിൽ നിന്നുള്ളവരൊക്കെ അവിടെ വന്ന് കയർ ഫാക്ടറി, അതായത് കയർ ഫാക്ടറികൾ തുടങ്ങാൻ തുടങ്ങി. വില്യം ഗുഡേക്കർ, അത്തരം രീതിയിലുള്ള വിദേശ കയർ കമ്പനികൾ വരികയും അവിടെ ഒരു കയറിൻ്റെ ഒരു മേഖലയായിട്ട് ആലപ്പുഴ പിൽക്കാലത്ത് മാറുകയും ആ കയർ മേഖലയിൽ വ്യവസായവൽക്കരണത്തെ തുടർന്നുണ്ടായ കയർ മേഖലയിലെ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിരവധി ചൂഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൂപ്പന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു അന്നത്തെ തൊഴിലാളി വർഗത്തെ നിയന്ത്രിച്ചിരുന്നതും അവരുടെ മേൽ മറ്റ് ഒരുപാട് അവർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് നികുതികളും മറ്റു കാര്യങ്ങളൊക്കെ ചുമത്തുകയും ചെയ്തത്. സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ഒരു തൊഴിലാളി വർഗം ഈ മുതലാളി വർഗത്തോടു കൂടി ചേർന്ന് നിൽക്കുകയും അത്തരം ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് വാടപ്പുറം ബാവ തുടങ്ങിയുള്ള കുന്തക്കാരൻ, പത്രോസ്, അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അവിടെ ഒരു ഐതിഹാസിക സമരം നടക്കുകയും പുന്നപ്ര വയലാർ എന്ന് പറയുന്ന കേരളത്തിൽ ഇന്നോളം വളരെ പ്രശസ്തമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയും ആ മണ്ണ് ഒരു കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിൻ്റെ തണലിലേക്ക്, അല്ലെങ്കിൽ ആ കമ്മ്യൂണിസത്തിൻ്റെ ഒരു വേര് ഉറച്ചു പോകുന്ന ഒരു മണ്ണായിട്ടത് മാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ തീരദേശ ഗ്രാമത്തിൽ ഫ്രാൻസിസ് സേവ്യർ എന്ന് പറയുന്ന മിഷണറി ഗോവയിൽ നിന്നും തൻ്റെ അധിനിവേശ യാത്രയിൽ കീഴടക്കി വന്ന ഗോവൻ തീരത്തു നിന്ന് കേരളത്തിലേക്ക് വരുന്ന ആ അധിനിവേശ യാത്രയിൽ ഒരുപാട് മനുഷ്യരുടെ മനസ്സിനെ മുറിപ്പെടുത്തിയിട്ടുള്ള ഒരു യാത്രയിൽ മതപരിവർത്തനം ലക്ഷ്യമാക്കി നടത്തിയ ആ യാത്രയുടെ ഒടുക്കം എന്ന് പറയുന്നത് ഈ ആലപ്പുഴ തീരദേശ ഗ്രാമങ്ങളിലൂടെയായിരുന്നു. അങ്ങനെ ഫ്രാൻസിസ് സേവ്യർ കടന്നു വന്നപ്പോൾ അദ്ദേഹത്താൽ മതപരിവർത്തനം നേരിടേണ്ടി വന്ന ആലപ്പുഴയിലെ ജനങ്ങൾ അന്ന് കൂട്ടം കൂടിയ ആളുകളുടെ പേരിൽ 700-ക്കാരെന്നും 500-ക്കാരെന്നും 300-ക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗീയത, ആദ്യം അവർ ക്രിസ്തീയ മതത്തിലേക്ക് മാറി, അതിനുശേഷം ഈ വിഭാഗീയതയിലേക്ക് മാറി. ഇപ്പോഴും ആലപ്പുഴ എന്ന് പറയുന്ന ക്രിസ്തു മത വിശ്വാസികളുടെ ഇടയിൽ ഈ വേർതിരിവുണ്ട്. 700-ക്കാരും 500-ക്കാരും 300-ക്കാരും എന്ന് പറയുന്ന വലിയ വേർതിരിവുണ്ട്. ഇതൊക്കെയാണ് ഞാൻ എഴുതുന്ന ഭൂമികയുടെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ. അപ്പോൾ ഇത്തരം ഒരു ഭൂമിക എനിക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഭൂതികളുണ്ട്. നിങ്ങൾക്കറിയാം, എഴുത്തെന്ന് പറയുന്നത് ഒരു സർഗാത്മകതയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ്, അല്ലെ? ഒരു സർഗാത്മകതയുടെ ഫാക്ടറിയിൽ നിർമ്മിച്ചെടുക്കുന്ന ഉൽപ്പന്നമാണ് എഴുത്ത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അനുഭൂതികളെ നമ്മൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുക. എത്രത്തോളം അനുഭൂതികളെ നമ്മൾക്ക് എഴുത്തുകാരൻ എന്ന നിലയിൽ തൻ്റെ ദേശവും തൻ്റെ ചുറ്റുപാടും തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരും താൻ വായിച്ച പുസ്തകങ്ങളും താൻ കണ്ട സിനിമകളും താൻ അനുഭവിച്ച അനുഭവങ്ങളും ഒക്കെ ചേർന്നിട്ട് അയാളുടെ ഉള്ളിൽ ആന്തരിക തലത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള അനുഭൂതിയെ പകർന്നു കൊടുക്കുക എന്നതാണ് സർഗാത്മകത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എനിക്ക് ആദ്യകാലത്ത് ഇത്തരം ഒരു വിശ്വാസമായിരുന്നു മനസ്സിലെങ്കിലും പിൽക്കാലത്ത് എൻ്റെ ഉള്ളിൽ ഈ എഴുത്തെന്ന് പറയുന്നത് കേവലം സർഗാത്മകതയും അനുഭൂതികളുടെ പകർന്നെടുപ്പും മാത്രമല്ല, അതിനൊരു കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് എന്ന് ഞാൻ പഠിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴും പലപ്പോഴും ഞാൻ തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. എന്താണ് എൻ്റെ രാഷ്ട്രീയം? എഴുത്തിലുള്ള എൻ്റെ രാഷ്ട്രീയം എന്താണ്? എനിക്കറിയാം,
ഞാൻ ഈ ഒരു പശ്ചാത്തലത്തിൽ, ഞാൻ നേരത്തെ വിവരിച്ച പശ്ചാത്തലത്തിൽ തീരദേശ ഗ്രാമത്തിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തമെന്ന് പറയുന്നത് ദ്രാവിഡൻ്റെ രക്തമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ നാട്ടുമൊഴികൾ, എൻ്റെ തീരദേശ ഭാഷ, എൻ്റെ ഗ്രാമങ്ങളിലുള്ള ജനങ്ങൾ അവരുടെ വ്യവഹാരത്തിൽ നിത്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദങ്ങൾ, അത്തരം പദങ്ങളുടെ ഒരു വലിയ തലവും അവരുടേതായ ഒരുപാട് അനുഭവങ്ങളും എൻ്റെ ചുറ്റുപാടുകളിലുണ്ട്. അപ്പോൾ ഒരു ദ്രാവിഡൻ്റെ രക്തം പേറുന്ന ഞാൻ ഈ കടന്നു വരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച വരേണ്യ ആധിപത്യത്തിൻ്റെ വഴികളിലൂടെ കടന്നു വന്ന ഈ ഒരു ആര്യൻ അധിനിവേശത്തിൻ്റെ പിന്തുടർച്ചയായി രൂപപ്പെട്ട് നമ്മൾ ശ്രേഷ്ഠമെന്ന് കരുതുന്ന ഒരു ഭാഷയെ ചെറുത്തു നിൽക്കുക എന്ന ഒരു രാഷ്ട്രീയം കൂടി എൻ്റെ എഴുത്തിലുണ്ട്. താങ്ക് യു. ഹലോ, അടുത്തത് VM വിനു. ഏവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നത് വേദിയിലൊക്കെ കൂടുതൽ സദസ്സിൽ എഴുത്തുകാർ കൂടുതലുണ്ട്. ജോർജ് ചേട്ടനും തമ്പിച്ചേട്ടനുള്ള ഒരുപാട് എഴുത്തുകാർ, മാനസി ചേച്ചി പോലെ ഇഷ്ടംപോലെ എഴുത്തുകാർ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം ഇങ്ങനൊരു വേദിയിലും സദസ്സിലും എത്താനായത്. കഥയും ഞാനും എന്നതാണല്ലോ സബ്ജക്റ്റ്. അപ്പോൾ രണ്ട് ഭിന്ന വസ്തുക്കളായിട്ട് തന്നെ ഇതിനെ കണ്ടുകൊണ്ട് തന്നെ ഞാനും കഥയും എങ്ങനെ വേർപെട്ട് നിൽക്കുന്നു എന്നാണ് ഒരു വ്യക്തി എന്ന രീതിയിലും എഴുത്തുകാരൻ എന്ന രീതിയിലും സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ എത്രമാത്രം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് എനിക്കും കൃത്യമായിട്ട് അറിയില്ല. കാരണം അങ്ങനെ വലിയൊരു പ്രിപ്പറേഷനോട് കൂടിയിട്ടൊന്നല്ല വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരെ കേൾക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു എൻ്റെ പ്രാഥമിക ലക്ഷ്യം. ഈഫൽ ടവറിനെ കുറിച്ച് ഒരു തമാശ കഥ പറയും. ഒരു സായിപ്പ്, പുള്ളി എല്ലാ ദിവസവും ഈഫൽ ടവറിൻ്റെ മുകളിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാൻ വരും. കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും സാധാരണ ആൾക്കാർ വരവ് പതിവില്ല. വിദേശ സഞ്ചാരികൾ എത്തുന്ന സമയത്ത് ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം, ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന പാരീസിൻ്റെ ഈഫൽ ടവറിൻ്റെ മുകളിൽ നിന്ന് ചായ കുടിക്കുന്ന ഒരു കൗതുകത്തിന് വേണ്ടി മാത്രമാണ് ആൾക്കാരോട് വരാറ്. പക്ഷേ ഇയാൾ പതിവായിട്ട് വരുന്നു തുടങ്ങിയപ്പോൾ അതിലെ ഒരു റെസ്റ്റോറൻറ്റിലെ ജോലിക്കാരന് ഒരു കൗതുകം തോന്നി. ഇയാൾ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രമാത്രം ഈഫൽ ടവറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം സ്ഥിരമായിട്ട് ഇതിൻ്റെ മുകളിൽ വന്ന് ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ ചായ കുടിക്കാൻ വരുന്ന ആളുടെ അടുത്ത് നിന്ന് ചോദിച്ചു, വളരെ ഇഷ്ടമാണല്ലേ ഈഫൽ ടവർ, അതുകൊണ്ടാണല്ലേ എല്ലാ ദിവസവും അവിടെ വന്ന് ഇത്രയും പൈസ ചിലവഴിച്ചുകൊണ്ട് നിങ്ങൾ ചായ കുടിക്കുന്നു ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഇതാണ്: ഫ്രാൻസിൽ എവിടെ ഇരുന്നാലും ഈ പണ്ടാരം കാണാതെ രക്ഷയില്ല. ഫ്രാൻസിൽ ഇത് കാണാതെ ഇരിക്കണമെങ്കിൽ ഒരു സ്ഥലമുള്ളൂ, ഇതിൻ്റെ മണ്ടയിൽ വന്നിരിക്കണം. ഇതിൻ്റെ മണ്ടയിൽ വന്നിട്ട് ചായ കുടിച്ചാൽ മാത്രമാണ് ഇത് കാണാതെ ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ചായ കുടിക്കുന്നതെന്ന് പറയും. അതുപോലെയാണ് ഈ കഥ എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഥ എഴുതുന്ന സമയത്ത് മാത്രമാണ് ഈ മനുഷ്യന്മാർ കഥ എഴുതുന്ന ആൾക്കാരല്ലാതെ ഇരിക്കുള്ളൂ. ബാക്കി എല്ലാ സമയത്തും കഥ എഴുതാതിരിക്കുക. ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു കഥ എഴുതുന്നവർക്ക് കൂടുതൽ അറിയായിരിക്കും. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഈ മുഹൂർത്തത്തെ, ഈ സന്ദർഭത്തെ, ഇയാളുടെ ജീവിതത്തെ ഒക്കെ കഥയാക്കി മാറ്റാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് വളരെ അസ്വസ്ഥകരമായ ജീവിതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഞാനും വേറൊരാളും കൂടി സംസാരിക്കുമ്പോൾ പോലും മൂന്നാമതായിട്ട് ഞാൻ അപ്പുറത്ത് മാറിയിരിക്കും. എന്നിട്ട് ഈ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കും. ഒന്നും ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ടു വരും. ശരിക്കും പറഞ്ഞാൽ ഈ ചൂണ്ടയിടുന്നതിന് 3 പ്രക്രിയകളുണ്ടല്ലോ. ഒന്ന്, നമ്മൾ ഇര കൊളത്തുന്നു, ടങ്കീസ് വിളയ്ക്കുന്നു, ഇതിൽ കെട്ടുന്നു. ആ പ്രോസസ്സ് ഭയങ്കര രസമാണ്. ഇതിൽ അനക്കം കണ്ടു കഴിഞ്ഞാൽ മീനെ കിട്ടി വലിക്കിച്ച് കൊട്ടയിലിടുന്ന പ്രോസസ്സും ഭയങ്കര രസമാണ്. പക്ഷേ ഈ കാത്തിരിവ് വല്ലാത്ത വിരസത നടക്കുന്ന സാധനം ചൂണ്ടയിടുന്നത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ 3 പ്രക്രിയകൾക്ക് ഈ കഥയ്ക്ക് വേണ്ടി ഒരുക്കം കൂട്ടുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന, നേരത്തെ ഫ്രാൻസുകൾ സൂചിപ്പിച്ച പോലെ ചരിത്രത്തിലേക്കും പുരാണത്തിലേക്കും അതിൻ്റെ റെഫറൻസുകൾ നീട്ടുന്ന സന്ദർഭങ്ങൾ ഭയങ്കര രസമാണ്. കഥ എഴുതുന്ന പ്രോസസ്സും ഭയങ്കര രസമാണ്. അതല്ലാത്തോളത്തോളം കാലം അതിൻ്റെ ഈ കാത്തിരിപ്പ്, വിരസത എല്ലാത്തിലേക്കും ഒരു ആർത്തിമൂത്ത് ദുരമൂത്ത് കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നിമിഷമുണ്ട് എഴുത്തുകാരന്. അത് വ്യക്തി എന്ന രീതിയിൽ അയാൾക്ക് ഒരുവിധം മനസമാധാനം നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല. കുടുംബജീവിതമായാലും സുഹൃത്തുക്കളായ ബന്ധങ്ങളും എല്ലായ്പ്പോഴും ഈ മൂന്നാമൻ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പുറകിലെ നീയാൾ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതുകൊണ്ട് നടക്കില്ല. ഒരു വീക്കെൻഡ് പോലും വൃത്തിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥകൾ വരും. കാരണം ഈ വീക്കെൻഡിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് വെള്ളിയാഴ്ച ഭയങ്കരമായിട്ട് ഇങ്ങനെ കരുതിയിരിക്കും. തിങ്കളാഴ്ച ഒന്നും നടക്കില്ല. എന്നിട്ട് ഈ കുറ്റബോധം ഗിൽട്ടൊക്കെയായിട്ട് നടക്കും. സത്യം പറഞ്ഞാൽ ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുന്ന മനുഷ്യൻ. ഞാൻ കുറച്ച് കാലമായിട്ട് എഴുതാതിരിക്കാൻ്റെ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നാമനെ മാറ്റി വിട്ടുകൊണ്ട് കുറച്ച് നേരം മനസ്സമാധാനമായിട്ട് ഇരുന്ന് എല്ലാവരും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തുമെന്ന് പറയും. ഇതേ അവസ്ഥ സത്യം പറഞ്ഞാൽ വിമർശനങ്ങൾ വരുമ്പോഴുണ്ടായിരിക്കും. ഈ സച്ചിൻ ടെണ്ടുൽക്കർ ആത്മഹത്യയിൽ വായിച്ചിട്ടുള്ള ഒരു കൗതുകകരമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ കൗമാരപ്രായക്കാരനായ ആ മകൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സച്ചിനും മകനും കൂടെ ടേബിൾ ടെന്നീസ് കളിക്കും. ക്രിക്കറ്റ് അല്ല, ടേബിൾ ടെന്നീസ് കളിക്കും.
ഇപ്പോൾ ടേബിൾ ടെന്നീസ് കഴിക്കുന്ന സമയത്ത് ഈ മകൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിക്കും. മാത്രമല്ല ഈ മകനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അമ്മയും കൂടെ വന്നിരിക്കും. അപ്പോൾ സച്ചിൻ മകൻ ജയിക്കുന്ന കൗതുകം കാണാൻ വേണ്ടിയിട്ട് 1-2 കളികൾ തോറ്റു കൊടുക്കും. അതിപ്പോൾ ഭാര്യയും സുഹൃത്തുക്കളെ ചേർന്ന് മകനെ ഭയങ്കര പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അയാൾ പറയുന്നത് 1-2 കളികൾ തോറ്റു കൊടുക്കും. പക്ഷേ ഈ കാഴ്ചക്കാരുടെ ആവേശം മറ്റൊരു ഒപ്പോണനും എതിരാളിക്ക് കിട്ടുന്ന സമയത്ത് എല്ലാ സ്പോർട്സ്മാനും ഉണരും. ഞാൻ വീണ്ടും 3ാമത്തെ കളി ജയിക്കും. അപ്പോൾ വളരെ നിഷ്കളങ്കമായ മനസ്സോടി കൊടുക്കുന്ന മകന്റെ മുന്നിൽ പോലും തോറ്റു കൊടുക്കാൻ യഥാർത്ഥ സ്പോർട്സ്മാൻ ആയിട്ടുള്ള സച്ചിന് കഴിയുന്നില്ല. അത് വായിക്കുമ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു സ്ഥലം കേൾക്കാൻ. ഇതേപോലെ തന്നെയാണ് എഴുത്തുകാർക്ക് വിമർശനങ്ങൾ നേരിടുമ്പോഴും. എൻ്റെ കഥയ്ക്ക് നേരിടുന്ന വിമർശനങ്ങൾ എന്നൊക്കെ പറയുന്നുള്ളൂ. അപ്പം ഞാൻ മകന്, എനിക്ക് 4 വയസ്സും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. ഇവർക്ക് വേണ്ടി രാത്രി കഥ പറയാനിരുന്ന സമയത്ത് നമ്മൾ വെറും മുത്തശ്ശികൾ പറയാനെങ്കിൽ വെറും സജഷനല്ല, കഥാകാരൻ കൂടിയാണല്ലോ. അപ്പം ഇവർ പറയുന്ന സജഷൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കഥ എങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെ കഥാകാരൻ ഇങ്ങനെ കുടഞ്ഞു എഴുന്നേക്കും. സച്ചിനെ പോലെ 1-2 കഥകളുടെ കൈയടി കിട്ടി കഴിഞ്ഞാൽ പക്ഷെ ഇവർ പറയുന്ന രീതിയിൽ നമുക്ക് കഥ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു മുത്തശ്ശി കഥ പോലും കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വരിക. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നേരത്തെ സുറമ്മ ടീച്ചർ അത് കൃത്യമായിട്ട് സൂചിപ്പിച്ചു. അവനവന് വേണ്ടി തന്നെയാണ് സത്യം പറഞ്ഞ് എഴുതുന്നത്. എനിക്ക് തോന്നുന്നു തുടക്കത്തിലൊക്കെ ഉണ്ടായിരിക്കാം ഒരു കഥ പ്രസിദ്ധീകരിച്ച് വരുന്നതിൽ ആനന്ദം, അത് ആൾക്കാർ വായിക്കുമ്പോൾ അതെങ്ങനെ കേൾക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കൃത്യമായിട്ട് നമ്മളെ അവനവനെ ആനന്ദിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന ഒരു പ്രക്രിയയാണ്. അത് എത്രമാത്രം മറ്റൊരാൾക്ക് മനസ്സിലാകും എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞൊരു ആശയം എത്രമാത്രം അത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റില്ല. അത് വായിച്ചിഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം, വിമർശിക്കുന്നവരുണ്ടായിരിക്കാം. ഈ എഴുത്തിലെ വിമർശനം 2 രീതിയിലുണ്ട്. നേരത്തെ ഒന്ന് വായിച്ചതിന് ശേഷം വായനക്കാരുടെ രീതിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ കിട്ടുന്ന വിമർശനം. 2 നമ്മൾ എഴുതുമ്പോൾ തന്നെ ഉണ്ടായിരിക്കും ഒരുതരം വിമർശനം. ഇത് തള്ളിക്കളഞ്ഞാൽ മാത്രമേ എഴുത്ത് മുന്നോട്ട് പോകുള്ളൂ. കാരണം ഒരു എഴുത്തുകാരൻ തീർച്ചയായിട്ടും നല്ല വായനക്കാരനായിരിക്കും. അപ്പോൾ ലോകത്തുള്ള എല്ലാവിധ എഴുത്തുകാരെയും വായിച്ചുകൊണ്ട് അവരുടെ മികച്ച കൃതികൾ വായിച്ചതിന് ശേഷം നമ്മൾ എഴുതാനിരിക്കുമ്പോൾ ഈ കഥ അതിനൊക്കെ മറികടന്നു പോകണമെന്നൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ നടക്കില്ല. കാരണം ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യും പറയുമല്ലോ, ഈ റോട്ടിലെ എല്ലാ വാഹനങ്ങളുടെയും ചലനം, ഇതിൽ ഓരോ ഡ്രൈവർമാരും എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം സങ്കീർണ്ണ പ്രോസസ്. നമ്മൾ നമ്മുടെ വഴിക്ക് ഒരു പ്രത്യേക രീതിയിൽ പോയാൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് എല്ലാ മികച്ച എഴുത്തുകാരെയും എല്ലാ മികച്ച എഴുത്തിനെയും എല്ലാ രീതിയിലുള്ള വിമർശനങ്ങളെയും എല്ലാ രീതിയിലുള്ള ശൈലികളെയും സൗന്ദര്യാത്മകരെയും സമീപിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം നമ്മുടെ എഴുത്ത് കുന്തസയായി പോകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അവനവന് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, അവനവനെ മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭം അല്ലെങ്കിൽ അനുഭവം അല്ലെങ്കിൽ ഒരു മുഹൂർത്തം അല്ലെങ്കിൽ ചരിത്ര സന്ദർഭം, അതിലേക്കാണ് നമ്മൾ ആ കഥ കൊണ്ടുപോകുന്നത്. ഇനി ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ കഥകൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചിട്ടുള്ള 2-3 കാര്യങ്ങൾ. ഒന്ന് ചരിത്രം, പുരാണം, മിത്തുകൾ, ഇതൊക്കെയാണ്. അതിനും വ്യക്തിപരമായ ഒരു കാരണമുണ്ട്. കാരണം ഞാൻ വ്യക്തിപരമായിട്ട് യാത്രകൾ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പാല് മേടിക്കാൻ പോകുന്നതിന് പോലും യാത്ര എന്ന് വിളിക്കുന്ന ഒരാളാണ്. കാരണം അത്രമാത്രം യാത്രകൾ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. 2, ചുരുക്കം ചില സൗഹൃദങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കുറച്ചൊരു വിമുഖതയുള്ള ആളാണ്. അതുകൊണ്ട് ആൾക്കാരുടെ അനുഭവങ്ങളൊന്നും എന്നെ തേടി എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ട് നാടും ബഹളങ്ങളും അല്ലെങ്കിൽ ആൾക്കാരുടെ കൗതുകങ്ങളും വ്യത്യസ്തമായ സാംസ്കാരിക മണ്ഡലമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചരിത്രവും പുരാണവും മിത്തുകളും ഒക്കെ അതിലേക്കൊക്കെ കടന്നു ചെല്ലാൻ കാരണം. അതിന് കാരണം എന്താ വെച്ചെങ്കിൽ ഈ സമകാലിക അവസ്ഥയെ രേഖപ്പെടുത്തുക എന്നൊരു കാര്യം കൂടി ഉണ്ട് എഴുത്തിൽ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചരിത്രകാരിയായിട്ടുള്ള റൊമേള താപ്പറൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴും ചരിത്രം ഒരു കണ്ണാടിയാണ്. നിങ്ങളിലേക്ക് ചരിത്രം ഒരു കണ്ണാടിയാണ്, അതേപോലെ തന്നെ ഒരു ഉരകല്യമാണ്. നിങ്ങൾ 1000 വർഷത്തെ ഒരു സാംസ്കാരിക സന്ദർഭത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ കാണുന്നു, എത്രമാത്രം മനുഷ്യൻ മുന്നോട്ട് പോയി അല്ലെങ്കിൽ എത്ര മനുഷ്യൻ പിന്നോട്ട് പോയി എന്നുകൂടി ചിന്തിക്കാനുള്ള അവസരമാണ് ചരിത്രവും പുരാണവും മിത്തുകളും നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ചരിത്രവും പുരാണവും മിത്തുകളും ഇഷ്ടപ്പെടാൻ കാരണം. 2-3 കൗതുകങ്ങൾ പറയാം എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പോലീസിങ്ങിനെ കുറിച്ച് ഒരു കഥ എഴുതുന്നുണ്ട്. കിഴക്കാന്തൂക്ക് എന്നൊരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയാണ് പിന്നീട് ഏറ് എന്ന് പറഞ്ഞ നോവലായിട്ട് വികസിപ്പിക്കുന്നത്. അപ്പോൾ അത് എഴുതാൻ കൗതുകകരമായ കാര്യം എന്താണെങ്കിൽ, നമുക്കറിയാം പേരറിവാളന്റെ കഥ എല്ലാവർക്കും അറിയാം. 9 വാട്ടിന്റെ 2 ബാറ്ററി വാങ്ങിയതിന്റെ പേരിലാണ് പേരറിവാളൻ ജീവപര്യന്തം തടവിൽ കിടക്കും. ഈ അടുത്താണ് പുറത്തിറങ്ങിയത്, കഴിഞ്ഞ വർഷം മറ്റാണ് പുറത്തിറങ്ങിയത്. വർഷങ്ങളോളം അയാളൊരു യൗവനം മൊത്തം ജയിലിൽ കിടക്കുന്നതിന്റെ ശിക്ഷാവിധി എന്ന് പറയുന്നത് തീവ്രവാദ കുറ്റമാണ്. പക്ഷേ പെററിവാളിന്റെ പേരിൽ സാങ്കേതികമായി കണ്ടെത്തിയ തെളിവ് എന്ന് പറയുന്നത് 9 വാട്ടിന്റെ 2 ബാറ്ററി മേടിച്ചു എന്നുള്ളതിന്റെ ആ തെളിവ് പോലും വ്യാജമാണെന്നാണ് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിച്ചിട്ടുള്ളത്.
അങ്ങനെ വളരെ നിസ്സാരമായ കാര്യത്തിൽ ഒരാൾ ഒരു ദേശദ്രോഹിയാകുന്നു, രാജ്യദ്രോഹിയാവുന്നു, തീവ്രവാദിയാവുന്നു. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് അതിലെ പ്രതികൾക്ക് കുറ്റപത്രം 10,000-ഓളം പേജുള്ള കുറ്റപത്രമുണ്ട്. അതിലെ പ്രധാന തീവ്രവാദിയെ തൂക്കിക്കൊല്ലാണല്ലോ ചെയ്തിട്ടുള്ളത്. ആ തൂക്കിക്കൊല്ലുന്ന വിധിക്കകത്ത് അല്ലെങ്കിൽ ആ വിധിപ്പറപ്പിനകത്ത് ഇയാൾ ചെയ്ത കുറ്റങ്ങൾ മൊത്തം പറയുമ്പോൾ രാജ്യാന്തര തീവ്രവാദം, രാജ്യാതിർത്തി കടന്നുള്ള ആക്രമണം, ആയുധങ്ങൾ കൂട്ടുകൂട്ടല്, യന്ത്രത്തോക്കും ബോംബും സമാഹരിക്കല്, ഹോട്ടല് കീഴടക്കല്, ബന്ദികളാക്കി വെക്കല്, ഇങ്ങനെ തല പോകുന്ന ഒരുപാട് കുറ്റങ്ങളുണ്ട്. അവസാനം ഒരു കുറ്റം കൂടെയുണ്ട്. ഛത്രപതി ശിവാജി ടെർമിനസിനകത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റില്ലാതെ കടന്നത് കുറ്റം കൂടി അതിനകത്ത് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരം ചില കൗതുകങ്ങളും കാര്യങ്ങളുമാണ് ചരിത്രത്തിനെയും മിത്തുകളെയും നമുക്ക് കഥകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാൻ എനിക്കൊരു ഊർജ്ജമായി പ്രവർത്തിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തായി വിനു അബ്രഹാം നമ്മോട് സംസാരിക്കുന്നതാണ്. സുഹൃ ടീച്ചർ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയ സഹ എഴുത്തുകാർ, സദസ്സിലുള്ള പ്രിയ സഹൃദയർ, എഴുത്തുകാർ, എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഈ വേദി എന്ന് പറയുന്നത് മലയാള കഥയിലെ 3 തലമുറകളുടെ സംഗമം എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 3 തലമുറകളുടെ സംഗമമായിട്ടത് ഒന്ന് സൂറ ടീച്ചർ തന്നെയാണ് ഞങ്ങളുടെ കാരണവത്തി, പിന്നെ സി അനൂപും ഐസക് ഈപ്പനും ഞാനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു തലമുറ, അതിനുശേഷം BM ദേവദാസ്, ഫ്രാൻസിസ് നൊറോണ, VKK രമേശ്, M മഞ്ജു തുടങ്ങിയ തലമുറ, അങ്ങനെ ഒരു 3ാം തലമുറ. അങ്ങനെ 3 തലമുറകളുടെ ഒരു സംഗമം കൂടിയാണ് ഈ വേദി, മലയാള കഥയുടെ ഈ വേദി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഥയും ഞാനും എന്ന് പറയുമ്പോൾ അതിൽ അഭേദ്യമായിട്ട് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ ജീവിതം തന്നെ കഥയാണ്. കഥയ്ക്ക് വേണ്ടി ജീവിതത്തെ ഒരുപക്ഷെ അതിനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച ഒരാൾ എന്നെനിക്ക് പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ കഴിയും. കാരണം മറ്റെല്ലാം ഉപേക്ഷിച്ച് തന്നെയാണ് കഥയിൽ ഞാൻ നിൽക്കുന്നത്, കഥയുടെ ഭൂമികയിൽ ഞാൻ നിൽക്കുന്നത്. ചുരുക്കി അതിലേക്ക് വരാം. പത്തനംതിട്ട എന്ന് പറയുന്ന മധ്യ തിരുവിതാംകൂർ ഭൂമികയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടുത്തെ ഒരു ഗ്രാമത്തിൽ, നെടുങ്ങാടപ്പള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ അവിടെ ജനിച്ചു വളർന്ന്, സത്യം പറഞ്ഞാൽ അങ്ങനെ സാഹിത്യത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ അന്തരീക്ഷമൊന്നും എനിക്ക് ചുറ്റുപാടുമില്ലായിരുന്നു. പക്ഷെ വായനയുടെ ഒരു അന്തരീക്ഷം അതിസമ്പന്നമായിട്ട് ചുറ്റുപാടും ഉണ്ടായിരുന്നു. അത് സത്യം വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു. അതിസമ്പന്നമായ വായനയുടെ ചുറ്റുപാട് എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അന്ന് ആധുനികതയൊക്കെ കത്തി നിൽക്കുന്ന കാലത്ത് 4ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളും ഖസാക്കിൻ്റെ ഇതിഹാസവും ഒക്കെ ഈ കൊച്ചുകുട്ടിയുടെ കയ്യിലേക്ക് എത്തുകയാണ്. അന്നതൊക്കെ പൂർണ്ണമായിട്ട് തീർച്ചയായും വായിച്ച് മനസ്സിലാക്കാനാവില്ല ഖസാക്കിൻ്റെ ഇതിഹാസമൊന്നും. പക്ഷേ അങ്ങനെയുള്ള കൃതികൾ, മുട്ടത്ത് വർക്കിയും കാനവും കോട്ടയം പുഷ്പനാഥും വരുന്നതിന് മുമ്പേ ആ അടുത്ത വീട്ടിലുള്ള ചേട്ടന്മാരിൽ നിന്ന് ഈ പുസ്തകങ്ങൾ കാണുകയും കാക്കനാടനും ഒക്കെ കാണുകയും, ഇതൊക്കെ മന്ത്രാക്ഷരങ്ങൾ പോലെ, വിജയൻ മുകുന്ദൻ കാക്കനാടൻ എന്ന മന്ത്രാക്ഷരങ്ങൾ പോലെ ഇങ്ങനെ ജപിച്ചുകൊണ്ട് ആ ഒരു കാലത്ത്, കാരണം അതുപോലെ അതിൻ്റെ ഒരു പ്രാഭാവം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അതിസമ്പന്നമായിട്ടുള്ളൊരു സാഹിത്യ അന്തരീക്ഷം എനിക്ക് ചുറ്റുപാടുണ്ട്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. പക്ഷെ എഴുത്തുകാരൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ മറ്റ് ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ കഥ എഴുതുന്നു. 9 വയസ്സുള്ളപ്പോൾ ആദ്യത്തെ കഥ എഴുതുന്നു. അത് അടുത്ത വീട്ടിലെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ കളിയാക്കി, ഈ ആധുനികതയുടെ ഉച്ചസൂര്യന്മാരെ എനിക്ക് എത്തിച്ചു തരുന്ന ആ വീട്ടിൽ നിന്ന് അവിടുത്തെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ അവരുടെ ചില തമാശകളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു കഥ എഴുതുന്നു. ആ കഥ ആദ്യമായിട്ട് അവർ തന്നെയൊക്കെ വായിച്ച് രസിക്കുന്നു. പക്ഷെ പിന്നെ 23 വർഷങ്ങൾ ഞാൻ കാത്തിരുന്നു. 23 വർഷങ്ങൾ ആ 9ാം വയസ്സിൽ കഥ എഴുതിയ ശേഷം പിന്നീട് കഥകൾ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ലോകത്തിന് മുമ്പിലേക്ക് വെളിച്ചം കാണിച്ചിട്ടില്ല. അതായത് ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിനോ എഡിറ്റർമാർക്കും ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല. അതിങ്ങനെ 23 വർഷങ്ങൾ കാത്തിരുന്ന് ആയിട്ടില്ല, സമയമായിട്ടില്ല എന്ന് പറയും, സമയമായില്ല പോലും എന്ന് പറയുന്ന പോലെ എനിക്ക് തന്നെ ഇത് തൃപ്തി വരാതെ 23 വർഷങ്ങൾ, 4 നൂറ്റാണ്ടോളം കാത്തിരുന്നിട്ടാണ് ഞാൻ പിന്നെ ഒരു കഥ ആദ്യമായിട്ട് ഭാഷാഭൂഷണി അതിലേക്ക് അയക്കുന്നത്. പുതിയ പച്ച എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു വരും. അങ്ങനെ അങ്ങേയറ്റത്തെ ഒരു തപസ് കഴിഞ്ഞിട്ടാണ് ഒരു കഥാകാരനായിട്ട് മാറുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വെച്ച് അതിശയമായിരിക്കും അവർക്ക്. കാരണം 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേക്ക് തന്നെ എത്രയോ പുസ്തകങ്ങൾ തന്നെ പലതും വന്നു കഴിയും. ഡിഗ്രിയൊക്കെ ആകുമ്പോഴേക്ക് എത്രയോ പുരസ്കാരങ്ങൾ വന്നു കഴിയും. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് ഇത്രയും ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് അസാധ്യമായ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ 4 നൂറ്റാണ്ട് അങ്ങനെ കാത്തിരുന്നിട്ടാണ് അതിനുശേഷം കഥയിലേക്ക് വരുന്നത്. പിന്നെ ഏതോ ഒരണ പൊട്ടിയതുപോലെ കഥകൾ വന്നു തുടങ്ങിയായിരുന്നു. എൻ്റെ ആദ്യത്തെ മകൻ പിറന്ന അതേ മാസത്തിൽ തന്നെയാണ് ആദ്യത്തെ എൻ്റെ കഥയും രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടി എന്ന് പറയുന്നത് അങ്ങനെയുള്ള അത് ഏത്
വംശത്തിലെ ആയാലും മനുഷ്യൻ്റെ ആയാലും മൃഗങ്ങളിലെ ആയാലും ഒരു കുട്ടി ജനിക്കുക എന്നുള്ളതാണ് ഒരു അത്ഭുത പ്രതിഭാസമാണ്. അപ്പോൾ ആ ഏറ്റവും വലിയ സൃഷ്ടി നടക്കുന്നതോടൊപ്പം തന്നെ എന്നിൽ നിന്ന് ഉരുവാകും പോലെ തന്നെ ഈ കഥയും അങ്ങനെ ആദ്യമായിട്ട് എന്നിൽ നിന്നൊരു കഥയും ഉരുവാകുകയാണ്. അങ്ങനെ പിന്നെ തുടർച്ചയായിട്ട് അത് ഒരു അണ പൊട്ടിയതുപോലെ തുടർന്ന് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു ദൈവകൃപ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പിന്നെ ഒരു ഭംഗം ഉണ്ടായിട്ടില്ല. ആ എഴുത്തിന് അത്രയും തപസ്സിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് പിന്നീട് തുടർച്ചയായിട്ട് ആ എഴുത്തിൽ അങ്ങനെ സജീവമായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എഴുത്തിൽ അതിന് യാതൊരു നിയമങ്ങളും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം സൂര്യന് കീഴിലുള്ളത് എന്തും കഥകൾക്ക് വിഷയമാണെന്ന് ഞാൻ വിശ്വസിച്ചു. അതിന് യാതൊന്നും ഒരു തടസ്സവും ഒന്നിനെയും ഒരു തടസ്സവും യാതൊന്നും പറയാനില്ല. ഈ സൂര്യന് കീഴിലുള്ള എന്തും, സൂര്യൻ ഉൾപ്പെടെ എല്ലാം കഥകൾക്ക് വിഷയമാണ്. ചുറ്റി എങ്ങോട്ട് നോക്കിയാലും കഥകൾക്ക് വിഷയമാണ്. അതിനെ കണ്ടെത്തുക, അത് നമ്മളൊരു കഥാകാരനാണെങ്കിൽ കഥാകാരിയാണെങ്കിൽ നമ്മളിലെ കഥകൾ താനേ എത്തിക്കൊള്ളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത്. അത് ചരിത്രമുണ്ട്, എൻ്റെ ദേശമുണ്ട്. ഈ പത്തനംതിട്ട എന്ന് പറയുന്ന ആ ദേശം, അത് അതിനെപ്പറ്റി അല്പം പറയാതെ, പത്തനംതിട്ട എന്ന് പറയുന്നത് പൊതുവെ ആ മധ്യതിരുവിതാംകൂർ ഭൂമിയിൽ ഡോളറും റിയാലും അപാരമായിട്ട് ഒഴുകുകയും അവിടെ പണത്തിൻ്റെ ഒരു വലിയ തള്ളിച്ചയുള്ള ദേശമാണത്. പക്ഷെ അവിടെ വലിയ സാഹിത്യത്തിൻ്റെ യാതൊരു, ഈ പറഞ്ഞ പോലെ എഴുത്തിൻ്റെ ഒന്നും അന്തരീക്ഷം തീരെയും ഇല്ലാത്തിരുന്ന ഒരു ദേശമാണ്. അടുത്ത കാലത്തായിട്ടാണ് അതിനൊക്കെ മാറ്റം വരുന്നത്. EM കോവൂരിനെ പോലെയുള്ള വലിയൊരു നോവലിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അത് ഈ നോവലും കഥയും ഒക്കെ അങ്ങനെ വളരെ വളരെ ദുർബലമായ ഒരു വിളഞ്ഞിരുന്ന ഒരു ഭൂമിയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. 90കളിലൊക്കെ എനിക്ക് തൊട്ട് മുമ്പ് എബ്രഹാം മാത്യു എന്ന് പറയുന്ന ഗംഭീരനായ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ഞാൻ കഥയിലേക്ക് കടന്നു വരുമ്പോൾ ആരാധനയോടെ കണ്ടിരുന്ന എഴുത്തുകാരനാണ് എബ്രഹാം മാത്യു. അന്നൊക്കെ അതിനുശേഷം അപ്പോൾ പത്തനംതിട്ട എന്ന് പറയുന്ന പൊതുവെ അന്ന് ഈ 90കളുടെ ഒടുവിൽ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു തലമുറയിൽപ്പെടുന്ന ആൾ, അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ C. അനൂപും ഐസക് ഈപ്പനും ഞാനും ഒക്കെ ഉൾപ്പെടുന്ന സുഭാഷ് ചന്ദ്രനും E. സന്തോഷ് കുമാറും ഒക്കെ ഞങ്ങളെല്ലാം വരുന്ന 90കളുടെ ഒടുവിലുള്ള ഒരു തലമുറ എന്ന് പറയുന്നത്. അപ്പം അന്ന് ഈ ഉത്തരാധുനികത എന്ന് പറയുന്ന നിരൂപകർ അങ്ങനെ ഊതിപ്പെരിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഉത്തരാധുനികതയുടെ കാലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് പൊതുവേ ഒരു ട്രെൻഡ് ഉള്ളത് ഈ മധ്യതിരുവിതാംകൂർ ഭൂമിയിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട എന്ന് പറയുന്ന എൻ്റെ ഭൂമിയൊക്കെ ഈ അവിടുത്തെ ഒരു ക്രിസ്തീയ മധ്യവർഗ ജീവിതമൊക്കെ അതിനെ ഒരു ഐറോണിക്കലായിട്ട് കണ്ടുകൊണ്ട്, ഒരു ഹാസ്യാത്മകമായി കണ്ടുകൊണ്ട്, സറ്റേറിക്കലായി കണ്ടുകൊണ്ട് അതിനുള്ള ഒരു വളക്കൂറ് മാത്രമായിട്ടാണ് അതിനെ കണ്ടുവന്നിരുന്നത്. പലപ്പോഴും സക്കറിയയുടെ ഒക്കെ കഥകളിൽ നിന്നൊക്കെയുള്ള സ്വാധീനമാകാം. അപ്പോൾ പൊതുവെ ആ രീതിയിലാണ് അതിനെ വീക്ഷിച്ചിരുന്നത്. അവിടെ ഒരു വൈകാരികമായ അന്തരീക്ഷമോ മനുഷ്യരുടെ വൈകാരികമായിട്ടുള്ള ഇനിപ്പും ഉപ്പും അവരുടെ ജീവിതങ്ങൾക്ക് ഉണ്ടാകുമോ എന്നൊന്നും അത് സങ്കല്പിക്കാനേ വയ്യായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പൊതുവെ ഉണ്ടായിരുന്നത് മലയാള സാഹിത്യത്തിൽ. നിരൂപണമല്ല. അപ്പോൾ ഉത്തരാധുനിക ഒക്കെയുള്ള അതിനൊരു പരിഹാസത്തിന് വിധേയമാകാവുന്ന രീതിയിലുള്ള ചില ജീവിതങ്ങൾ എന്ന മട്ടിലാണ് അതിനെ കണ്ടിരുന്നത്. പക്ഷെ അതാണ് ട്രെൻഡ്, അന്ന് കയ്യടി കിട്ടിയിരുന്ന ട്രെൻഡ്. പക്ഷെ എൻ്റെ ആദ്യത്തെ ഈ കഥയൊക്കെ കഴിഞ്ഞ് രണ്ടാമതൊരു കഥ വരുന്ന ഒരുപക്ഷെ എന്ന് പറഞ്ഞ കഥ അന്ന് കത്തി ജ്വലിച്ച് നിൽക്കുന്ന കലാകൗമുദിയിൽ, നല്ല ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന മാസികയാണ് കലാകൗമുദി. അപ്പോൾ ആ കലാകൗമുദിയിൽ വരുന്ന ഒരുപക്ഷെ എന്ന കഥയെ 90കളുടെ ഒടുവിൽ വരുന്ന ആ കഥയിലൊക്കെ വളരെ വൈകാരികമായിട്ടുള്ള ഈ അവിടുത്തെ ജീവിതത്തെയാണ് അതിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അത് അന്നത്തെ ട്രെൻഡിന് നേരെ വിരുദ്ധമാണ്. കാരണം കയ്യടി കിട്ടുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഉത്തരാധുനികതയുടെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഒരുതരം ട്രെൻഡാണ് കയ്യടി കിട്ടുന്നത്. ആ ട്രെൻഡിന് നേരെ അതിനെ പൊളിച്ചുകൊണ്ടുള്ള ഒരു കഥയാണ്. ബോധപൂർവമല്ല, എനിക്കങ്ങനെയാണ് എഴുതാൻ തോന്നുന്നത്. മുമ്പേ പറഞ്ഞത് എൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അതിലെ യാതൊരു വിലക്കുകളുമില്ല. അതിനെ ഒരു നിയമത്തിനും ഒരു ഭരണകൂടത്തിനും അതിനെ വിലക്ക് കൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കങ്ങനെയാണ് തോന്നുന്നത്, ഞാൻ അങ്ങനെ എഴുതി. അപ്പൊ ആ രീതിയിൽ ഈ ട്രെൻഡിനെ പൊളിച്ചുകൊണ്ട് ആ കഥ എഴുതുന്നു. അങ്ങനെ തുടർന്ന് പലതും പത്തനംതിട്ട എന്ന ഞങ്ങളുടെ ഭൂമിയൊക്കെ മറ്റു പലതരത്തിൽ ഈ അന്ന് എങ്ങനെയാണോ ഇതിനെയൊക്കെ ചിത്രീകരിക്കേണ്ടത് എന്നുള്ള ഒരു പൊതുവ്യവഹാരത്തിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് അങ്ങനെ കഥകൾ സംഭവിക്കുന്നു. അത് തീർച്ചയായിട്ടും മറ്റു ഭൂമിയോ പത്തനംതിട്ട മാത്രമല്ല മറ്റ് ദേശങ്ങളും, ഞാൻ പറയുന്നതിന് ഞാൻ ജീവിച്ച ദേശങ്ങൾ വലിപ്പം തിരുവനന്തപുരമാണെങ്കിലും കോഴിക്കോട് വന്നിട്ടുണ്ട്, മലബാർ വന്നിട്ടുണ്ട്, എറണാകുളം വന്നിട്ടുണ്ട്, ഡൽഹി വന്നിട്ടുണ്ട്, ആർട്ടിക് പ്രദേശം വന്നിട്ടുണ്ട്, അമേരിക്ക വന്നിട്ടുണ്ട്. അപ്പൊ ലോകം മുഴുവൻ അത് കഥാഭൂമിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന ദേശം എന്ന് പരിമിതപ്പെടുത്തേണ്ടത്. പക്ഷെ തീർച്ചയായിട്ടും പത്തനംതിട്ട എന്ന് പറയുന്നത് ഞാൻ ജനിച്ച് വളർന്ന ആ ദേശം ധാരാളം കഥകളിൽ പത്തനംതിട്ടയുടെ കഥകൾ ധാരാളം ആ ഒരു ഭൂമിയുടെ കഥകൾ വരുന്നുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ അവിടെ മാത്രമല്ല, എവിടേക്കും കണ്ണു തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ അതിലൊക്കെ കഥയുടെ സ്രോതസ്സുകൾ അവിടെയൊക്കെ തുറന്നു വരുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അതിന് ലോകമെമ്പാടും ഒരു കഥാവേദിയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അത്രയും പ്രിയപ്പെട്ടതാണ്. തുടർന്നും കഥകളിലൂടെ തന്നെ മുമ്പോട്ട് പോകും. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ എൻ്റെ കഥായാത്ര അത് തുടർന്നും കഥയാണിത് ജീവിതം എന്ന രീതിയിൽ തന്നെ തുടർന്നും പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹം, എന്നെ കേട്ടിരുന്നവർക്കും സ്നേഹം. നന്ദി. C. അനൂപ്.
വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഈ ഞാനും കഥയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു, അങ്ങനെ എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത്, അങ്ങനെയുള്ള വിഷയം പല സമയങ്ങളിൽ പഠിക്കുന്ന കാലത്തും അതിനുശേഷമൊക്കെ തന്നെ പല സ്ഥലത്ത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അടുത്ത് ഈ ടെലിവിഷൻ്റെയൊക്കെ ഒരു ആദ്യകാലത്ത് പിന്നെ ഒരു സിംഗിൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു അധ്യാപകൻ, ഒരു പ്രൊഫസർ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരം ദൂരദർശനിൽ നിന്ന് പോയി. അപ്പം ബഷീർ ഒരു സ്ഥലത്ത് വന്ന് ഇരുന്ന് ബീഡി വലിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത കസേരയിൽ ഈ അദ്ദേഹം ഇരുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്ന പ്രൊഫസറും ഇരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ ഇരുന്നപ്പോൾ അദ്ദേഹത്തോട് ബഷീറിൻ്റെ കഥകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബഷീറിനോട് ചോദിച്ചു, ഈ ബാല്യകാല സഖിയിൽ ഒരു സ്ഥലത്ത്, ബാല്യകാല സഖിയിലാണോ അതുപോലെ ഏതോ ഒരു കൃതിയിൽ ഒരു സ്ഥലത്ത് ചെമ്പരത്തിയെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഈ വെസ്റ്റേൺ സിംബലിസത്തിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചോദിച്ചു, അത് വിരക്തിയുടെ പ്രതീകമായിട്ടാണോ ബഷീർ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ഒന്നുകൂടി ബീഡി ആഞ്ഞു വലിച്ചിട്ട് ബഷീർ പറഞ്ഞു, ചിലപ്പോൾ ആയിരിക്കും എന്ന് പറഞ്ഞു. ചിലപ്പോൾ ആയിരിക്കും, എനിക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും എനിക്ക് ഈ കഥകളെക്കുറിച്ചായാലും നോവലിനെ കുറിച്ചാണേലും അല്ലെങ്കിൽ കവിതകളെക്കുറിച്ചാണേലും ഒക്കെ നമ്മൾ വ്യക്തിപരമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ പറ്റും എന്ന് എൻ്റെ അടുത്ത് ജോസഫേട്ടനെ പോലുള്ളവർ പറയുകയാണെങ്കിൽ ഞാൻ അന്ന് തൊട്ട് അത് വിശ്വസിക്കാം. കാരണം ജോസഫേട്ടൻ ഈ മലയാളത്തിൽ ഏറ്റവും എഴുതാതിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം ഒരിക്കലും ഞാനൊരു കഥ ഒരു സ്ഥലത്ത് എഴുതിയപ്പോൾ വളരെ പെട്ടെന്ന് എന്നെ ഇത് വായിച്ചിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, കഥ നന്നായിട്ടുണ്ട്. ആ കഥ ഇവൻ നന്നായിട്ട് വായിച്ചിട്ട് ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള തരത്തിൽ ആ കഥയെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ജോസഫേട്ടൻ എഴുത്തൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചാണ്. പിന്നീട് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ എഴുതുന്നത് പോലെ തന്നെ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ് എഴുതാതിരിക്കുന്നതും. അതിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന ഒരാളായിരിക്കും ജോസഫേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ജോർജ് ജോസഫൊക്കെ അനുഭവിക്കുന്നു എനിക്ക് തോന്നുന്നു. ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ ഈ കഥയുടെ ദേശം അല്ലെങ്കിൽ ഞാനും എൻ്റെ കവിതയും ചുറ്റുപാടിനെക്കുറിച്ച് നിറോണ സംസാരിച്ചപ്പോൾ ആലപ്പുഴയെക്കുറിച്ച് പറഞ്ഞു. ഞാനും ആലപ്പുഴക്കാരനാണ്. ഏതാണ്ട് 24 വർഷത്തോളം ആലപ്പുഴ എന്ന് പറയുന്ന ആലപ്പുഴയുടെ പ്രധാന ഭാഗത്തല്ല, ഉള്ളിലോട്ട് മാറി ചുനക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെയും ദേശം. അപ്പോൾ 24 വർഷത്തോളം ഞാൻ അവിടെ ജീവിച്ചു. കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്നു. അപ്പോൾ പലപ്പോഴും എനിക്ക് ഈ കഥ എഴുതുമ്പോൾ ആദ്യ കഥകൾ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഒരു 7-8 കഥകൾ പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് നരേന്ദ്രപ്രസാദ് സാറിനോട് ചോദിച്ചു, നിൻ്റെ കഥകളിലൊക്കെ തന്നെ നിൻ്റെ നാടും മാവേലിക്കരയും അല്ലെങ്കിൽ ചുനക്കരയും അവിടുത്തെ കഥാപാത്രങ്ങളും സംഭാഷണവും ഒക്കെ നാടാണ് മൊത്തം നിൻ്റെ കഥകളിൽ, അത് എനിക്കിഷ്ടമായിട്ടുണ്ട്. അപ്പം ഒരു പുസ്തകം ഇനിയും ആലോചിക്ക്, എത്ര കഥകളായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 6-7 കഥകളായി. അപ്പോൾ ഒരു 10 കഥയാവുമ്പോൾ നീ എനിക്ക് അത് തരണം. ഞാനതിനൊരു ആമുഖക്കുറിപ്പ് എഴുതി അവതാരിക എഴുതി തരാം, എന്നിട്ട് പുസ്തകമാക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഏതാണ്ട് 1 വർഷം 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. 3-4 കഥകളിലൂടെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കഥകളെല്ലാം കൂടി എടുത്ത് പ്രസാദ് സാറിൻ്റെ കൊടുക്കുകയും സാറത് ഒരു അവതാരിക എഴുതി NBS പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ അന്നോട്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, നമ്മളുടെ നാടും ദേശവും നമ്മൾ കാണുന്ന ആൾക്കാരും പറഞ്ഞ പോലെ പിന്നെ നമ്മളെ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും സ്വാധീനിക്കും. അതിനൊക്കെ അപ്പുറം ഇപ്പോൾ ഈ നമ്മുടെ തകഴിയെപ്പോലെ ഒരാൾ ജീവിച്ചിരുന്ന ഒരു ജില്ലയിൽ, ആലപ്പുഴയിൽ, ഞാനൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങുന്ന സമയത്ത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉന്നത ശീർഷനായ എഴുത്തുകാരിൽ ഒരാളാണ് തകഴി. വടക്കുന്ന് ബഷീറുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ അന്നത്തെ കാലത്തും ശരിക്കും മരിച്ചു പോയെങ്കിലും തിരുവിതാംകൂറിൻ്റെ ഒരു എഴുത്തുകാരനായിട്ട്, തിരുവനന്തപുരത്തിൻ്റെ ഒരു ഉഗ്രപ്രതാപിയായ എഴുത്തുകാരനായിട്ട് CV രാമൻപിള്ള. അപ്പോൾ അതിനുശേഷം മറ്റ് പലരും അവിടെ ഉണ്ടെങ്കിലും CV രാമൻപിള്ളയുടെ ഒരു കാലം അത് നമ്മളുടെ മനസ്സിലുണ്ട്, നമ്മൾ വായനയും എഴുത്തുമൊക്കെ തുടങ്ങുന്ന സമയത്ത്. അങ്ങനെ ഓരോ കാലത്തും ഓരോ ദേശത്തും എഴുത്തുകാർ അവരുടെ നാടിനെയും അല്ലെ അവരുടെ ചുറ്റുപാടിനെയൊക്കെ എഴുത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ
ദേവദാസ് പറഞ്ഞ പോലെ യാത്ര തീരെ ഇഷ്ടമില്ലാത്ത മലയാളത്തിലെ ഒരു പ്രധാന എഴുത്തുകാരൻ OV വിജയനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തിരുവനന്തപുരത്ത് പ്രശാന്ത് ഹോട്ടലിൽ വെച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഈ യാത്ര പോകുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പം എന്നോട് വിജയൻ ഇതേപോലെ പറഞ്ഞു, എനിക്ക് ഈ പ്രശാന്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി താഴെ ഒരു കടയിൽ പോയി ചായ കുടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അതുപോലും വയ്യ, എനിക്ക് അതുപോലും താല്പര്യമില്ല. ഞാനതുകൊണ്ട് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് ചായ വരും, അത് 2 തവണയായിട്ട് കുടിക്കും. കാരണം എപ്പോഴും ചായ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നിച്ച് 2 ചായ അല്ലെങ്കിൽ 3 ചായ പറഞ്ഞുകൂടെ വെച്ചിട്ട് കുടിക്കും. എനിക്ക് പുറത്തിറങ്ങി ഒരു ചായ കുടിക്കാൻ പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞ വിജയനാണ് ഈ ഇന്ത്യയിൽ ധർമ്മപുരാണം പോലുള്ള ഒരു നോവൽ മലയാളത്തിൽ, അല്ലെങ്കിൽ ഖസാക്കിൻ്റെ ഇതിഹാസം പോലെ നോവൽ. ഒരുപക്ഷെ വിജയൻ വിമാനത്താവളം എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് ആൾക്കാരെ കണ്ടുമുട്ടുകയോ ഒന്നും ചെയ്യാതെ തന്നെ ലോകത്തെ മുഴുവൻ കാണാനും അറിയാനും ഒക്കെ ഉള്ള ഒരു ഇന്ദ്രിയം വിജയനെ പോലെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചില വ്യക്തികൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ എനിക്ക് തോന്നി അതിനെയൊന്നും നമുക്ക് കൃത്യമായിട്ട് വ്യവച്ഛേദിച്ച് പറയാൻ കഴിയും തോന്നുന്നില്ല. 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, സമയം വളരെ വൈകി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാവേലിക്കരയെക്കുറിച്ച്, ഇപ്പോൾ ആലപ്പുഴയെക്കുറിച്ച് ഇനി എനിക്ക് വലിയ ഉത്കണ്ഠയില്ല. കാരണം നന്നായിട്ട് ഫ്രാൻസിസ് നറോണ പഠിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഈ പറയുന്ന പഴയ ചരിത്രം മുഴുവൻ അന്വേഷിക്കാതെ വിളിച്ചു ചോദിക്കാൻ എനിക്ക് എഴുത്തിൽ വളരെ ഇഷ്ടമുള്ള എൻ്റെ സഹോദര തുല്യനായ എഴുത്തുകാരനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് മാവേലിക്കരയിൽ പലപ്പോഴും പല വീടുകളിലും ഞാനിപ്പോൾ ചെല്ലുമ്പോൾ, നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ഈ ബുദ്ധ പ്രതിമകൾ കുട്ടികൾ വീട്ടിൽ, രക്ഷകർത്താക്കളല്ല, എന്നെക്കാളിലൊക്കെ വളരെ ചെറിയ കുട്ടികൾ അവരുടെ വീടുകളിൽ ബുദ്ധ പ്രതിമകൾ വാങ്ങിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ നമുക്കറിയാവുന്നൊരു കാര്യം, ബുദ്ധമതത്തിൻ്റെ സ്വാധീനം വളരെ അധികമുള്ള സ്ഥലമാണ്. ബുദ്ധ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെ മാവേലിക്കരയുണ്ട്. ബുദ്ധൻ്റെ പ്രതിമയുണ്ട് അവിടെ. പിന്നെ ബുദ്ധൻ്റെ വിഗ്രഹം കിട്ടിയത് അവിടുന്ന് മറ്റേ ഹരിപ്പാട്ടിനടുത്തൊരു സ്ഥലത്തു നിന്നല്ല. അപ്പോൾ അവിടുന്ന് ഒരു സംഗതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം വളരെ ശക്തമായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ബുദ്ധമതത്തിൻ്റെ ഏതോ തരത്തിലുള്ള ഒരു സ്വാധീനം പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരുന്നു എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പ്രതിമകൾ, കലണ്ടറുകൾ, അതുപോലെ കീ ചെയിൻ, ഇങ്ങനെ പലതരത്തിൽ ബുദ്ധൻ തിരിച്ചു വരുന്നതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചില തോന്നലുകളാണ്. അപ്പോൾ പോലും ഞാൻ ടീച്ചറിന് പറഞ്ഞതിന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇപ്പോൾ ഈ മണ്ണടിഞ്ഞു പോകുന്നതൊന്നും എനിക്ക് തോന്നുന്നത് ഭൂമിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അത് മതമായാലും അല്ലെങ്കിൽ വിഗ്രഹങ്ങളായാലും ദൈവങ്ങളായാലും, ദൈവം എന്ന് പറയുന്ന എന്ത് സങ്കല്പമാണെങ്കിലും, ഇപ്പം അങ്ങനെയുള്ള സംഗതികൾ വീണ്ടും കുഴിച്ചെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം തേടി അല്ലെങ്കിൽ അതിൻ്റെ സംഭവം തേടി പോകേണ്ട കാര്യമില്ല. കാരണം ഈ ഭൂമി നിലനിൽക്കുന്നത് എന്തായാലും മനുഷ്യനേക്കാൾ കൂടുതൽ ഉപയോഗമുള്ളത്, ഭൂമിക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യനേക്കാൾ ഉപയോഗമുള്ളത് ചിത്രശലഭങ്ങളും ചിതലുകളും ഒക്കെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ ഭൂമി നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സംഭാവന ഭൂമി നിലനിൽക്കാൻ വേണ്ടി ചിതലുകളും ചിത്രശലഭങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ അർത്ഥത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്ത് മതതീവ്രവാദമായാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്ത് കാര്യങ്ങൾക്കെതിരെയും ജാഗ്രത പുലർത്തുന്ന ഒരു മനസ്സ് എഴുത്തുകാർക്ക് മാത്രമല്ല സമൂഹത്തിന് മുഴുവൻ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്ന ഒരു കാലത്ത് എഴുത്തിന് കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് അതിനെ സ്വാധീനിക്കാൻ കഴിയും. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കേരളത്തിൽ നിരന്തരമായി നടക്കുന്ന സാഹിത്യോത്സവങ്ങളും അക്ഷരോത്സവങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കും അക്ഷരങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. മഞ്ജു. പ്രിയമുള്ളവരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഞാനും ഒരു ആലപ്പുഴക്കാരിയാണ്. അപ്പോൾ എൻ്റെ എഴുത്ത് ഭൂമികയെക്കുറിച്ചും വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ളത് മാവേലിക്കരയെ ശ്രീ അനൂപും സ്വന്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിൽ വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ എഴുതിയ ഒരു നോവലിൻ്റെ പേര് ചുവന്ന പുണ്യാളൻ്റെ വിശുദ്ധ സാക്ഷ്യങ്ങൾ എന്നുള്ളതാണ്. അത് പുന്നപ്രയുടെ രാഷ്ട്രീയ ചരിത്രവുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു നോവലാണ്. ഇതിനോടൊപ്പം തന്നെ ആ പ്രദേശത്തെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്ന 3 തലമുറകൾക്കുണ്ടായ വ്യതിയാനങ്ങളാണ് ആ നോവലിൽ പറഞ്ഞു പോയിരിക്കുന്നത്. അത്തരത്തിലൊരു നോവൽ എഴുതുമ്പോൾ നമ്മൾ രാഷ്ട്രീയ ചരിത്രത്തെ ആസ്പദമാക്കിയാണ് എഴുതിയിരിക്കുന്നത്. പുന്നപ്ര വയലാർ സമരത്തിനെ ഏതൊരു സമരത്തിനും നമ്മൾ പറയുന്ന ഒരു പെട്ടെന്നുള്ള ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ.
അതായത് മനുഷ്യരെ അതിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാരണം. അത്തരം ഒരു കാരണത്തിൻ്റെ ചുവട് പിടിച്ചാണ് ആ നോവൽ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നോവല് എന്താണെന്നൊന്നും ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല. എങ്കിലും എഴുതുമ്പോൾ എപ്പോഴും ചരിത്രബോധത്തോടു കൂടി തന്നെ എഴുതണമെന്ന ഒരു ബോധ്യത്തോടെ വേണം നമ്മുടെ എഴുത്തുകാർ എഴുതേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചരിത്രബോധ്യമില്ലെങ്കിൽ എഴുത്തിലുണ്ടാകുന്ന ചെറിയ ആശയക്കുഴപ്പങ്ങൾ പോലും പിന്നെ വലിയ വില കൊടുക്കേണ്ടി വരും. ഓരോ എഴുത്തും രേഖകൾ തന്നെയാണ്. നമുക്ക് ഇന്നത്തെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ ചരിത്രത്തെ എന്തുമാത്രം വളച്ചൊടിച്ചാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് സുഹ്റ ടീച്ചർ ഇവിടെ കൃത്യമായി വിശദമാക്കിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ എഴുതുമ്പോൾ ഉണ്ടാകേണ്ട ഒരു പ്രിക്കോഷൻ എല്ലാ എഴുത്തുകാരും എപ്പോഴും എടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ എഴുത്തിൻ്റെ ഭാഷ, എഴുത്തിൻ്റെ രീതി, ഇതിനെയൊക്കെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ എഴുതി തുടങ്ങിയത് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ആദ്യം കിട്ടിയത് പുസ്തകങ്ങളെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ വലിയ പുസ്തകങ്ങളൊക്കെ ധാരാളം എൻ്റെ അമ്മ നന്നായി വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ കലാകൗമുദിയും പോലുള്ള വാരികകൾ കൃത്യമായി വരുത്തിയിരുന്നു വീട്ടിൽ. അതുപോലെ തന്നെ അമ്മ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വയ്ക്കുന്ന പുസ്തകങ്ങളുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ എഴുതിയിരുന്നത് ജനപ്രിയ സാഹിത്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മാപ്രസിദ്ധീകരണങ്ങളിലായിരുന്നു. അമ്മ കഥകൾ എഴുതുമായിരുന്നു. എന്നാൽ അമ്മയുടെ കഥകൾ മാത്രമുള്ള പ്രസിദ്ധീകരണങ്ങളെ എൻ്റെ വീട്ടിൽ എത്തിയിരുന്നുള്ളൂ. ബാക്കി അതിൻ്റെ തുടർച്ചകളൊന്നും ഇരുന്നില്ല. എന്നാലും അമ്മ എഴുതുന്ന കഥകളിലെല്ലാം ഒരു വല്ലാത്ത സദാചാരബോധം അമ്മ എന്താ പറഞ്ഞ കുത്തി നിറച്ച് തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. എല്ലാ കഥാപാത്രങ്ങളും വളരെ എന്താ പറയുന്നത് സൗമ്യശാലീന സ്വഭാവമുള്ളവരായിരുന്നു. എന്നാൽ അതിൽ വന്നിരുന്ന മറ്റ് സന്തോഷം തരുന്ന ഒത്തിരി കഥകളുണ്ടായിരുന്നു. വളരെ കണ്ണുകൾ കൊണ്ട് കഥ പറയുന്നവരുടെ കഥകൾ. ആ കഥകൾ തന്നെയാണ് ഇപ്പോൾ ഒരു എപ്പിസോഡ് മാത്രം, ഒരു ഭാഗം മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കഥകളുടെ ബാക്കി കഥകൾ മനസ്സിൽ മെനഞ്ഞായിരിക്കണം ആദ്യത്തെ കഥകൾ എഴുതി തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കലാകൗമുദി കിട്ടിയിട്ടുണ്ടെങ്കിലും കലാകൗമുദിയിലേക്ക് വലിയ വലിപ്പമുള്ള പടങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് നമുക്ക് ആ സുന്ദരിയും സുന്ദരൻ്റെയൊക്കെ പടം കാണുന്നതിൻ്റെ അത്രയും സുഖമൊന്നും തോന്നിയിരുന്നില്ല. അപ്പോൾ ഈ കലാകൗമുദിയേക്കാളും വായിച്ചിരുന്നത് ആദ്യം അത്തരം പ്രസിദ്ധീകരണങ്ങളാണ്. ആ പ്രസിദ്ധീകരണങ്ങൾ തന്നെയാണ് വായനയിലേക്ക് അടുപ്പിച്ചതെന്ന് പറയാം. ആ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നാണ് പിന്നീട് കലാകൗമുദിയിലേക്കും അതുപോലെ തന്നെ മലയാളത്തിലെ നല്ല നോവലുകളിലേക്കും ചെറുകഥകളിലേക്കുമൊക്കെ യാത്ര ചെയ്തു തുടങ്ങിയത്. മലയാളത്തിലെ പ്രിയപ്പെട്ട കഥകൾ തന്നെയാണ് ആദ്യം വായിച്ചു തുടങ്ങിയത്. മലയാളം ആഘോഷിച്ചിരുന്ന കഥകൾ, മൂന്നാമതൊരാളും, മുണ്ടൂരിൻ്റെ കഥകൾ, കാരൂരിൻ്റെ കഥകൾ, മാധവിക്കുട്ടിയുടെ നെയ്പായസം പോലുള്ള കഥകൾ, ഇതൊക്കെ നമുക്ക് തിരഞ്ഞെടുത്തു തരുന്ന കഥകളായിരുന്നു. ആ കഥകളൊക്കെ തന്നെയാണ് നമ്മൾ ആദ്യം വായിച്ചത്. എന്നാൽ ആ വായിച്ച കഥകൾ നിന്ന് നമ്മൾ ഓരോ വായനയും നമുക്കൊരു അതിർത്തികൾ, നമ്മുടെ ഭാവനയ്ക്കും അതിർത്തി സൃഷ്ടിക്കുന്നുണ്ട്. അതിന് തുറന്നുവിടാൻ ഒരു താക്കോൽ ആവശ്യമാണ്. അപ്പോൾ പുതിയ പുതിയ വായനകളാണ് ആ താക്കോലായി പ്രവർത്തിക്കാറുള്ളത്. 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്താണ് ബാപ്സി സിദ്ധുയുടെ ഐസ് ക്യാൻഡി മാൻ എന്ന് പറഞ്ഞൊരു നോവൽ വായിക്കുന്നത്. അതായിരുന്നു ഒരു വിസ്ഫോടനാത്മകമായ ഒരു അനുഭവം എന്ന് പറയുന്ന മനസ്സിൻ്റെ. ഒരു വിഭജന കാലത്ത് അധിനിവേശം, ഒരു സ്ത്രീയിൽ അവൾക്ക് പരിചിതരായ പ്രിയപ്പെട്ടവരായ പുരുഷന്മാർ നടത്തുന്ന അധിനിവേശത്തെക്കുറിച്ചുള്ള കഥ, അത് വല്ലാത്തൊരു സ്ഫോടനമാണ് മനസ്സിൽ സൃഷ്ടിച്ചത്. അതാണ് മനസ്സിലെ സോക്കോൾഡ് സദാചാര ബോധങ്ങളെയും എല്ലാം എന്താ പറയുന്നത് ഒരു വല്ലാത്ത ഉലച്ചിലുണ്ടാക്കിയ ഒരു പുസ്തകമായിരുന്നു. ആ പുസ്തകമാണ് എഴുത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു നിന്നത് എന്ന് തന്നെ പറയാം. നമ്മൾ ജോസ് എഡ്വേർഡോ അഗ്ലോസ, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ദ ലിവിങ് ആൻഡ് ദ റെസ്റ്റ് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. അതിൽ കഥാപാത്രങ്ങൾ ഒരു ദ്വീപിൽ താമസത്തിന് സാഹിത്യോത്സവത്തിന് വരികയാണ്. അപ്പോൾ അവിടുത്തെ വൈദ്യുതിയും മറ്റ് ബന്ധങ്ങളും ഒക്കെ വിച്ഛേദിച്ച് പോകുമ്പോൾ അവർക്ക്
ജീവിതത്തിനും മരണത്തിനും ഇടയിലാണോ, ഫിക്ഷനും യാഥാർത്ഥ്യത്തിനും ഇടയിലാണോ ഇങ്ങനെ ജീവിക്കുന്നതെന്നൊരു തോന്നൽ. കാരണം മറ്റു ലോകവും പുറം ലോകമായിട്ടുള്ള ബന്ധം ആ ദ്വീപിന് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ സ്വന്തം കഥാപാത്രങ്ങൾ ഈ സാഹിത്യകാരന്മാർ അവിടെ സാഹിത്യോത്സവത്തിന് വരുന്നതാണ്. സാഹിത്യകാരന്മാർക്ക് അങ്ങനെ സ്വന്തം കഥാപാത്രങ്ങൾ തന്നെയാണോ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് തോന്നിപ്പോവുകയാണ്. അങ്ങനെ അവർ ചോദിക്കുകയാണ്, ഇനി എന്താണ് ഞങ്ങളുടെ ജീവിതം എന്ന് ചോദിക്കുന്നു. ആ ഒരു വളരെ എന്താ പറയുന്നത് ഫാൻറ്റസിയും ഫിക്ഷനും, ഫാൻറ്റസി ആ ഫിക്ഷനിൽ എന്തുമാത്രം ഭംഗിയായാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ആ നോവൽ നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ തുടർന്നു വിട്ടുന്ന കഥാപാത്രങ്ങൾ നാളെ കാലത്തിന് മുന്നിലും നമുക്ക് മുന്നിലൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവസ്ഥ. അതൊരിക്കലും ചരിത്രബോധങ്ങളിൽ നിന്ന് പിന്നോട്ടുള്ള യാത്രയാകാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ചിന്തയോടെയും അല്ല ഞാൻ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഈ ചരിത്രബോധ്യങ്ങളൊക്കെ ഉള്ളിൽ നിൽക്കുന്ന ഒരാൾ എഴുതുന്നതും സൃഷ്ടിക്കുന്നതുമായ കഥാപാത്രങ്ങളെല്ലാം തന്നെ മാനവികതയുടെയും സ്ത്രീപക്ഷത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ഒക്കെ ഒരു ലോകത്ത് നിൽക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുവാനാകണം എന്നുള്ളതാണ് എൻ്റെ എളിയ പ്രാർത്ഥനയും. അത്തരത്തിൽ എഴുതാനും വായിക്കാനും ഈ ലോകത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടുകൾ കണ്ടുകൊണ്ട് നമ്മളെ കൂടുതൽ കൂടുതൽ വിശാല ഹൃദയരാക്കി മാറ്റാൻ ഓരോ പുസ്തകങ്ങൾക്കും കഴിയണമേ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുകയാണ്. രമേശ്. പ്രിയപ്പെട്ടവരെ, എളുപ്പത്തിൽ തുറക്കാം. ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ്. ആദ്യത്തെ ഭാഷ മുതൽ മൊഴി തമിഴാണ്. നേരെ പറിച്ചു നട്ട് നേരെ ഞാൻ തിരുവല്ലാമലയിലേക്ക് എത്തുന്നു. തിരുവല്ലാമലയിലാണ് ഞാൻ വിദ്യാഭ്യാസം ചെയ്തത്. അന്ന് അടിയന്തരാവസ്ഥ നടമാടുന്ന കാലമാണ്. അതൊന്നും തീരെ അറിയാത്തൊരു ചെറിയ കുഗ്രാമമായിരുന്നു. അന്ന് തിരുവല്ലാമല എന്നുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ബോധമൊന്നും ഉണ്ടാവാനുള്ള യോഗമില്ലാതെയും പോയി. ചിന്തിച്ചത് അത്രയും ഈ പറഞ്ഞതുപോലെ ഈ കുറിപ്പുകളാക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളത്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ചൈനീസ് പഴമൊഴിയിൽ പറയലോ, എന്താ പറയുക, നീ പ്രസവത്തെക്കുറിച്ച് നീട്ടിപ്പറയാതെ കുഞ്ഞിനെ കാണിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ കാണിക്കാം, അതാവും ഏറ്റവും നല്ലത്. അതിൽ കൂടെ എൻ്റെ ചിന്താ പോകൊണ്ടൊക്കെ ചെറിയ ചെറിയ കുറിപ്പുകളാവുകൊണ്ട് വളരെ വേഗം തന്നെ കഴിയുന്നുള്ളൊരു സമാധാനം അതിന് പുറത്തുണ്ട്. എല്ലാം ഇപ്പം മൊബൈലിലാണ്. അപ്പം അതുകൊണ്ട് സാങ്കേതികതയിൽ നിന്ന് പിൻവലിയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ജാതി ചിന്ത തുരത്തിക്കൊണ്ടിരിക്കുക, മതചിന്തയെ തുരത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അതിനൊക്കെ അനുകൂലമായിട്ടുള്ള എന്താ പറയുക, മനസ്സ് നമ്മൾ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പോസിറ്റീവ് ആണെന്നുള്ളതാണ് സാധാരണഗതിയിൽ പറയുക. പക്ഷെ ഞങ്ങൾ ഈ ഹാസം സൃഷ്ടിക്കുന്ന ആൾക്കാർ എങ്ങനെ വെച്ചാൽ, അങ്ങനെ പറയുന്നവർക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന മനസ്സിൽ അതല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചിന്തയിലാണ് നമ്മളുടെ ചിന്ത പോവുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചെറിയ ആലോചന എന്നാണ് ഈ കുറിപ്പ് വരുന്നത്. ഈ ജാതിവാൽ കൊണ്ട് ഞാൻ വശം കെട്ടു. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടംകോണ്ടി നമ്പൂതിരി ആവലാതി പങ്കുവയ്ക്കുമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് കോളേജിൽ നിന്നും തല പുറത്തേക്ക് വിരിഞ്ഞുയർന്ന കാലം. നീ വ്യവസായ നഗരമായ ബോംബെയിലോട്ട് പോ, അതാണൊരു മറുമരുന്ന്. ഞങ്ങൾ ചങ്ങാതിമാർ കോന്ത്യംപൂരെ ഉപദേശിച്ചു. പുള്ളി അങ്ങോട്ട് വിട്ടങ്ങ് പോയി. കാലങ്ങളോളം അവിടെ തങ്ങി, തിരികെ വന്നതേയില്ല. പിന്നീടൊരു പിന്മടക്കം ഉണ്ടായത് പ്രായാധിക്യത്തിലാണ്. ഔത്സുക്യത്തോടെ ഞങ്ങൾ കോന്തിയെ കാണാൻ ചെന്നു. ഉത്തരാതിരിക ഇല്ലത്തിൽ അവൻ കുപ്പായമിടാത്ത നെഞ്ചും കാണിച്ച് മലർന്നിരിപ്പായിരുന്നു. ചങ്കിടിപ്പോടെയാണ് ആ കാഴ്ച ഞങ്ങൾ കണ്ടത്. തടിച്ചു തൂങ്ങി നെഞ്ചിനോട് ചേർന്ന് ഒന്നിന് പകരം 2 പൂനൂലുകൾ. പോയത് ഒന്നുകൊണ്ടാണെങ്കിൽ തിരിച്ചു വന്നപ്പോൾ 2 പക്ഷേ സെക്കുലറിസത്തിനും മറ്റേ ജാതിക്ക് മതത്തിനും എതിരൊന്നും ആയിരിക്കില്ല അദ്ദേഹം. ഫേസ്ബുക്കിലൊക്കെ അമർന്ന് താങ്ങും. അപ്പൊ ഇത് ആണ് ഒരു ഏതാണ്ട് പറയുക ചിന്തയുടെ ഒരു ലൈൻ. മറ്റൊരു ചിന്ത ടപ്പെന്ന് കഴിക്കും ഞാൻ. അതാണ് ഹാസത്തിന്റെ ഗുണം. വൈകിച്ച് അതിന്റെ ഇത് പോയി, വില പോയി. വേനൽക്കൂട്ടിന് പള്ളിക്കൂടം അവധിയായാൽ പുരിവേലൊന്നും കൂടി പരിഗണിക്കാതെ തരിമ്പും തണലില്ലാത്ത പാടങ്ങൾ കളിക്കുകയാണ് ഞങ്ങളുടെ പതിവ്. അക്കാലങ്ങളിൽ വിമാനം വലിയൊരു അത്ഭുതം. വല്ലപ്പോഴാണ് കാണാൻ അവസരം, അതും ആകാശത്തിന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം. വിദൂരതയിൽ തീരെ ചെറിയൊരു കുരിശു മാതിരി അത് കാണാം. പലപ്പോഴും ഒറ്റ മിന്നായത്തിൽ അടുത്ത ക്ഷണം അതിനെ മേഘം വിഴുങ്ങും. കാണാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ്. ശബ്ദം വിദൂരതയിൽ സന്നിഹിതമാകുന്നതോടെ ഞങ്ങൾ കുട്ടികൾ കളി നിർത്തിവെച്ച് ആകാശം നോക്കി നിൽക്കും. കണ്ണും ഇടുപ്പും കടയും, എന്നാലും നിൽപ്പും നോട്ടവും മാറ്റില്ല. അതാ കണ്ടവൻ നിലവിളിക്കും, എവിടെ എന്ന് കാണാത്തവരും. ഇപ്പോൾ നീ അത് നോക്കി നിൽക്കാറുണ്ടോ? ചങ്ങാതി വർഷങ്ങൾക്ക് ശേഷം ആരാഞ്ഞു. എവിടെ? ഞാൻ അലസനായി. അന്ന് നിനക്ക് വിമാനത്തെക്കുറിച്ച് വല്ലതും അറിയാമായിരുന്നു? അവൻ ചോദിച്ചു. ഇല്ലെന്ന് ഞാൻ. ഇപ്പോഴോ? കൃത്യമായി എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന അവകാശപ്പെടാൻ ഒക്കില്ല. ഇപ്പോഴും ഒന്നും അറിയില്ല. ഞാൻ സമ്മതിച്ചു.
അറിവുകളൊന്നും കടന്നു വന്നതുമില്ല, അത്ഭുതം അവസാനിക്കുകയും ചെയ്തു അല്ലേ? ഇതാണ് ഒരു ചിന്ത. പിന്നീട് കൃഷിയെക്കുറിച്ച് ഒരു വേവലാതി. പൊതുവെ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വലിയ കൃഷി, ഒരു 4 കിലോമീറ്ററോളം ഭാരതപ്പുഴയിലേക്ക് ചെരിഞ്ഞു കിടക്കുന്ന പാടങ്ങളാണ് എൻ്റെ പിന്നിൽ. ഇപ്പം ഏതാണ്ട് അതിനൊക്കെ അറുതി വന്നു തുടങ്ങിക്കഴിഞ്ഞു, പാടം അവസാനിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, നഷ്ടബോധം എന്ന് പറയില്ലേ, സാധാരണ ഈ സാഹിത്യകാരന്മാർക്ക് നഷ്ടബോധം വരുന്ന പോലെ അല്ല കേട്ടോ, ഹാസ്യ സാഹിത്യന്മാർക്ക് നഷ്ടബോധം വരിക. വല്ലാത്ത സങ്കടം വന്ന് പെരുകി അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ നല്ല നിലാവാ തലയ്ക്കുള്ളിൽ, അതിൻ്റെ ഭാഗമായിട്ട് ഈ ഹാസം വരണം. അപ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സങ്കടം ചിലപ്പോൾ സന്തോഷമായിട്ടൊക്കെ പുറത്തേക്ക് കാണുക, അങ്ങനെ ഒരു തകരാറ് കൂടി ഉണ്ട്. എങ്കിലും അതിനോട് യോജിക്കുന്ന ഒരു സാധനം ഞാൻ വായിക്കാം. മഞ്ഞുതൊപ്പിയിട്ട കച്ചവട നിരത്തുകളിൽ തോൽച്ചെരുപ്പുകൾക്ക് അകത്ത് നീളം നടന്നവനാണ് ഞാൻ. ഭൂമിയുടെ മറ്റേ അർദ്ധഗോളത്തിൽ ഒരു ഇടവേളയ്ക്കായി ഞാൻ നാടുപിടിച്ചു. വീർത്ത പള്ളയിൽ നിരന്തരം വെയിലടിക്കുന്ന സൂര്യന്റെ നേർവഴിയിലുള്ള ഭൂമി പ്രകൃതിയിൽ നിൽപ്പാണ് ഇന്നേരം ഞാൻ. കൂട്ടുകാരൻ ചിന്നക്കണ്ണിന്റെ തോട്ടത്തിൽ കരിസൽ മണ്ണിന് പുറത്ത് കുടിക്കാൻ ചിന്നക്കണ്ണ് ഇളനീര് തന്നു. ചൂടിലും അവന്റെ തോട്ടം തണുത്ത് കിടക്കുകയാണ്. തെല്ലുദൂരെ നെല്ല് പൂക്കുന്ന മണം. വയൽ കാണാം വാ, അവൻ വിളിച്ചു. അവനെ പിന്തുടരുമ്പോൾ തോട്ടത്തിന്റെ മുഴുവൻ തണുപ്പും പിന്നാലെ കൂടി. നിനക്ക് ഇതിനു മാത്രം വെള്ളം എവിടെ നിന്ന് കിട്ടുന്നു? ഞാൻ ചോദിച്ചു. അവൻ കുഴൽക്കിണറിനെ ചൂണ്ടിക്കാണിച്ചു. അതിന്റെ പൈപ്പിനെ അവൻ വിഭൂതി അണിയിച്ച് ഐശ്വര്യപ്പെടുത്തിയിട്ടുണ്ട്, പുറമേ പൂമാലയും. അതുകൊണ്ടപ്പോൾ പട്ടണത്തിന്റെ പല്ലുകളിൽ കയറി ഞാനൊരു ചിരി അങ്ങ് ചിരിച്ചു. ഭൂമിക്കകത്ത് വെള്ളം മുഴുവൻ എടുത്ത് മണ്ണിന് പുറത്ത് വറ്റിച്ചു കളയുകയാണല്ലേ നിന്റെ പണി? ചുമ്മാതല്ല വരൾച്ച കടന്നു വരുന്നത്. അവൻ സ്തംഭിച്ചു പോയിരിക്കണം. ഒറ്റ അക്ഷരം മിണ്ടില്ല. പെട്ടെന്നാണ് സംഭവിച്ചത്. ചിന്നക്കണ്ണ് എന്നെ വയൽവരമ്പിലെ പുൽപ്പരപ്പിൽ ബലം പ്രയോഗിച്ച് പിടിച്ചിരുത്തി. അന്നേരം അവന്റെ കണ്ണിൽ ഒരിട്ടി കണ്ണീര് ഞാൻ കണ്ടു. ഇതിലേക്ക് നോക്കാതെ നീ നിന്റെ മടിയിലേക്ക് നോക്ക്, അവൻ പറഞ്ഞു. അവിടെ വിളഞ്ഞ നെല്ലിന്റെ സ്വർണ്ണ നിഴൽ. അപ്പൊ അതിന് ചെറിയൊരു ദുഃഖമുള്ള പോലെ തോന്നാം. സത്യത്തിൽ അത് വായിക്കുമ്പോൾ ഉണ്ടായതാ. സത്യത്തിൽ അങ്ങനെ ദുഃഖമില്ല. ഒറ്റെണ്ണം വായിക്കും, പരിപാടി അവസാനിപ്പിക്കും. ഇത് മതത്തിന് എതിരാണെന്ന് വേണമെങ്കിൽ പറയാം. മതാധികാരം പെരുകുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ എന്നല്ല, ലോകത്ത് മൊത്തം മതാധികാരം എന്താ പറയുക താണു വരുമ്പോൾ ഇവിടെയാണ് അധികാരം പൊങ്ങണമെന്നാണ് പറയുന്നത്. എന്തായാലും മതാധികാരത്തിനെതിരെ എന്തെങ്കിലും ഞാൻ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു മുന്തിരിപ്പനാന്നൊക്കെ നിങ്ങളൊക്കെ പറയും. അപ്പൊ അതിന് അനുകൂലമല്ലാതെ വേറെ എതിരുള്ളൊരു സാധനം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നവോത്ഥാന കാലത്ത് നേപ്പിൾസിൽ എനിക്കൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. അഗസ്തീനിയൻ മഠത്തിൽ പഠിതാക്കളായിരുന്നു ഞങ്ങൾ. വന്നു കയറിയ ആദ്യ ദിവസത്തെ തന്നെ ഞാൻ അവനെ പരിചയപ്പെടുത്തു. പേരെന്താണ് ഞാൻ ചോദിച്ചു. കണ്ടം കോന്തി, അവൻ പറഞ്ഞു. പഠിപ്പിൽ പിന്നിലായിരുന്നു ഞാൻ, അവൻ ബഹുദൂരം മുന്നിലും. മെമോണിക്സ് സമ്പ്രദായത്തിൽ അവൻ അന്ന് തന്നെ ഞങ്ങളെല്ലാം ഞെട്ടിച്ചിരുന്നു. തലേന്നത്തെ ആഴ്ച ഏതൊന്നു പോലും ഓർമ്മയിൽ സൂക്ഷിക്കാനാവാത്ത എനിക്ക് അവനൊരു രോഗാത്ഭുതം തന്നെയായിരുന്നു. എന്റെ അപ്പൻ കഠിനമായ അർത്ഥത്തിൽ തന്നെ ഒരു കത്തോലിക്ക വിശ്വാസിയായിരുന്നെങ്കിൽ അവന്റെ അപ്പൻ ഒരു പട്ടാളക്കാരനായിരുന്നു. ഹ്യൂമാനിറ്റീസ്, ലോജിക് എന്നിവകളിൽ അവനെ അതിശയിക്കാൻ ആരുമില്ല. ഇത് രണ്ടും തമ്മിലുള്ള അടിസ്ഥാനപരമായ കുരുത്തക്കേട് കൊണ്ടാവാം എനിക്ക് അന്നേ കല്ലുകടിയായി അനുഭവപ്പെട്ടിരുന്നു. വാദപ്രതിവാദത്തിൽ ഏതു വലിയ എതിരാളിയെയും മലർത്തി അടിക്കുന്ന അവൻ തന്റെ പിതാവിന്റെ പോർവീര്യം തന്നെ പ്രകടിപ്പിച്ചിരുന്നു. മതത്തിന്റെ ഭൂകേന്ദ്രീകൃത പ്രപഞ്ച വീക്ഷണങ്ങളെ അപ്പാടെ അട്ടിമറിക്കുന്ന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുന്ന മകനെ പട്ടാളക്കാരനായ അച്ഛൻ ഒരിക്കൽ കാര്യമായി ഉപദേശിച്ചത്രേ. അതിതാണ്: മകനെ, ഏതൊരു മതത്തിന്റെയും മൗലിക ലക്ഷ്യം സമഗ്ര അധികാരത്തിലെത്തുക എന്നതാണ്. ആദ്യഘട്ടങ്ങളിൽ അത് അങ്ങനെയൊന്നും ഭാവിക്കാറില്ലെങ്കിലും കാര്യങ്ങൾ അങ്ങനെയാണ്. വേരുകൾ താഴ്ത്തിക്കൊണ്ട് പ്രതലബലം നേടുന്ന ആദ്യ അവസരങ്ങളിൽ അത് അല്പം മൃദുവായി പെരുമാറിയെന്ന് വരാം. പക്ഷേ അത് അതിനെതിരെ പ്രബലമായ എതിർപ്പ് തുടങ്ങുന്നതുവരെ മാത്രമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നിന്റെ ചിന്തകൾക്കെതിരെ ഉടൻ ഒരു ഇൻക്വിസിഷൻ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന് കരുതിയിരിക്കണം. വിചാരണ വിശാലമായ ഫലിതമാണ്. ശിക്ഷിക്കാനുള്ള അടവ് മാത്രമാണ് വിചാരണ എന്നത്. പ്രതികൂലിക്കുന്നവരുടെയും പൂർണ്ണചിത്രം മരിക്കുന്നതിന് തൊട്ടുമുമ്പെങ്കിലും നിനക്ക് കിട്ടിയേക്കാം. എന്നാൽ അനുകൂലികൾക്ക് പിന്നിൽ മറിഞ്ഞിരിക്കുന്നവരെ മനസ്സിലാക്കാനാവാതെ നിനക്ക് ഈ ലോകം വിടേണ്ടി വരും. കണ്ടംകോതി അതൊന്നും ചെവിക്കൊണ്ടില്ലെന്നത് ചരിത്രമാണല്ലോ. അവന് നേപ്പിൾസ് വിട്ട് ഓടേണ്ടി വന്നു. പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ വെറും ഒരു അച്ഛനായി തുടർന്നപ്പോൾ അവൻ തീ കത്തുന്ന തലയുമായി രാജ്യം ചുറ്റി. ജനീവ, പാരീസ്, ഇംഗ്ലണ്ട്, വെനീസ്. ഒരിടത്ത് തീ കൊളുത്തി അടുത്ത കൊമ്പിലേക്ക് ചാടുന്ന സ്വന്തം വാലറ്റത്ത് തീ പിടിപ്പിച്ച വിശേഷപ്പെട്ട കുരങ്ങിനെപ്പോലെയായിരുന്നു അവൻ. ഒടുവിൽ വെനീസിൽ വെച്ച് മതാധികാരം അവനെ ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നതുവരെ കാര്യങ്ങൾ അങ്ങനെ തന്നെ തുടർന്നു. ഇതെന്റെ സ്വതന്ത്ര ചിന്തകളാണ്. അവൻ അവർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നു. ആയിക്കോട്ടെ, പക്ഷേ നീ ഒരു ബലിയാടാണ്. രഹസ്യമായി ഞങ്ങളൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെ ഭയമില്ല.
മറ്റൊരു മതത്തെയാണ് ഞങ്ങൾ ഭയക്കുന്നത്. മറ്റൊരു മതത്തെ ഭയക്കാൻ തുടങ്ങുന്നതോടെ ഏതൊരു മതവും ബലമാർജിച്ച് സമഗ്രാധിപത്യം പ്രകടമാക്കും. സ്വയം സംരക്ഷിക്കാൻ ആക്രമിക്കുക തന്നെ വേണം. അതിനാവട്ടെ ജനതയുടെ സമാഹരിക്കപ്പെട്ട ശിക്ഷണ സമ്പന്നമായ പോർവീരത്തെ ഒറ്റയടിക്ക് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യം കിട്ടണം. അതിനുവേണ്ടിയാണ് മതം അധികാരം സമഗ്രമായി അങ്ങ് ഏറ്റെടുക്കുന്നത്. നിനക്ക് നിന്നെ മാത്രമേ കാണാനാവുന്നുള്ളൂ, അത് സമ്മതിച്ചു. എന്നാൽ നിനക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് നീയല്ല, അത് മറ്റൊരു വൻകിട മതാധികാരമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെയും മതത്തിൽ പഴുതു വീഴുന്നത് അവരെ സഹായിക്കും. മതം അസംബന്ധത്തിന്റെ മാരക ബലമാണെന്ന് മറ്റാരേക്കാൾ അറിയാവുന്നത് മറ്റൊരു മതത്തിനാണല്ലോ. പിന്നെ എന്തിനായിട്ടാണ് അവർ ഓരോരുത്തരും എതിരാളിയുടെ മതത്തിൽ ആരോപിക്കുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? മതം രാജ്യങ്ങളെ പോലെയാണ്. സ്വന്തം രാജ്യം ചെയ്യുന്നത് മറ്റൊരു രാജ്യത്തിനും ചെയ്യാൻ അവകാശപ്പെട്ടതാണെന്ന് കരുതുന്നതോടെ തീർന്നു രാജ്യത്തിന്റെ ബലം. മറ്റവന്റെ നെഞ്ചിനിട്ട് കത്തിയിറക്കുന്നതാണ് യുദ്ധം. സ്വന്തം നെഞ്ചിനിട്ടാവുമ്പോൾ അത് ആത്മഹത്യയാണ്. നിന്റെ മതത്തെ ആത്മഹത്യയിലെത്തിക്കുന്നതിനുള്ള കൈക്കൂലിയാണ് നിനക്കവർ നീട്ടിത്തരുന്ന മഹത്വപട്ടം. സ്വതന്ത്ര ചിന്തകൾ കൊണ്ട് ഏതൊരു അധികാരത്തെയും തകർക്കാമെന്ന് ഏറ്റവും അധികം അറിയാവുന്നത് ഉൾപ്രദർശനങ്ങൾക്കല്ല മകനെ, മറ്റൊരു അധികാരത്തിനാണ്. സ്വന്തം പാളയം അച്ചടക്കത്തിൽ നിർത്തിക്കൊണ്ട് ശത്രുവിന്റെ പാളയത്തിനകത്തേക്ക് നന്മയുടെയും സ്വാതന്ത്ര്യബോധത്തിന്റെയും ആയുധം പറയുന്നത് ഏതൊരു മതത്തിന്റെയും സ്ഥിര സ്വഭാവമാണ്. എതിരാളികൾക്കത് പരസ്പരം തിരിച്ചറിയാം, എന്നാൽ പ്രതിഭാശാലികൾക്ക് അതേക്കുറിച്ച് യാതൊന്നും അറിയില്ല. എന്നെ ശിക്ഷിക്കാനുള്ള കാരണമായി ഇത് നിങ്ങൾ പ്രഖ്യാപിക്കുമോ? കണ്ടംകൊതി ചോദിച്ചു. ഒരിക്കലുമില്ല. നിനക്കുള്ള ശിക്ഷ എന്തിനാണെന്ന് ശരിയായ അർത്ഥത്തിൽ ജനം തിരിച്ചറിയില്ലെങ്കിലും അതിന്റെ കാരണം എന്താണെന്ന് നിനക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാവും. കാരണം ഈ കലയിൽ അവരും കൃതഹസ്ഥരാണ്. മഹാമാരിയിൽ ചിലരുടെയെങ്കിലും അന്ത്യത്തെക്കുറിച്ച് നെടുവീർപ്പോടെ ചിന്തിക്കുമ്പോൾ ഞാൻ കണ്ടംകൊന്തിയും ഓർക്കും. മതവിചാരണയിലെ പറയപ്പെടാത്ത ഇത്തരം രഹസ്യ കാരണങ്ങൾ പിടിച്ചെടുക്കാനുള്ള ബലമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ എങ്ങനെ എനിക്കിത് കിട്ടി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം മാത്രമേ ഞാൻ തരികയുള്ളൂ. റൂമിൽ വെച്ച് നാക്കു പിഴുതെടുക്കപ്പെട്ട നിലയിൽ ജീവനോടെ ചുട്ടരിച്ചതിന് ശേഷം അവൻ എൻ്റെ ഉറക്കത്തിലേക്ക് കയറി വന്ന് വെളിപ്പെടുത്തിയതാണ് ഇതത്രയും. മരിച്ചതിന് ശേഷം അവന് മനസ്സിലായി കാണും ആരാണ് ഉറ്റവരെന്ന്. നീയില്ലാതെ എനിക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല, അവൻ പറഞ്ഞു. തർക്കമില്ലാത്ത പ്രശാന്തമായ ഏകത്വത്തിൽ സമ്പൂർണനായി നിൽക്കുന്ന അവനെ ഉറക്കത്തിനിടയിലും ഞാൻ നിർമ്മിന്നേഷനായി നോക്കി നിന്നുപോയി. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷ, സുഹൃത്ത, പ്രിയ എഴുത്തുകാരെ, സമയത്തെക്കുറിച്ചൊരു ഒട്ടും തന്നെ ബോധമില്ലാതെ സമയത്തെക്കുറിച്ച് ചിന്തിക്കാതെ സംസാരിക്കാൻ കഴിയുന്നൊരു ഭാഗ്യമാണ്. കാരണം നമ്മൾ സമയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതേ ഇല്ല, അതിന് പുറകെ മണിയുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും അവസാനത്തെ ആളെന്ന നിലയിൽ ബാക്കിയുള്ളവർ ഒഴിച്ചു വെച്ച സമയം കൂടെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം കുറച്ചു നേരം കൂടെ സംസാരിക്കാൻ പറ്റിയേക്കാം ഒരു പക്ഷേ. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ സാഹിത്യ അക്കാദമിയോടുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ഇത് യഥാർത്ഥത്തിലൊരു ആലപ്പുഴക്കാരുടെ കൂട്ടായ്മ പോലെ എനിക്ക് അവിടെ ഇരുന്നപ്പം തോന്നി. കാരണം വന്നവരെല്ലാം ഒരു ചടങ്ങ് പോലെ ഞാൻ ആലപ്പുഴയാണെന്ന് പറയുന്നു. എനിക്കും പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഞാനും ഒരു ആലപ്പുഴക്കാരനാണ്. പക്ഷേ ആലപ്പുഴയുമായിട്ടൊരു ചെറിയ ബന്ധം മാത്രമേ ഉള്ളൂ. കാലങ്ങൾക്ക് മുമ്പേ ആലപ്പുഴ, ഞാൻ ചെങ്ങന്നൂരാണ് എൻ്റെ സ്വദേശം, കാലങ്ങൾക്ക് മുമ്പേ വിട്ട് പറിച്ചു നട്ട് കോഴിക്കോട്ടുകാരനായ ഒരു മനുഷ്യനാണ് ഞാൻ. കഥയും ഞാനുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ പറയേണ്ടത്. പലരും ഇവിടെ സൂചിപ്പിച്ച കഥ വേറെയാണ്, ഞാൻ വേറെയാണെന്ന്. എനിക്കങ്ങനെ ഒരിക്കൽ പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കഥയിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റില്ല. കഥയും ഞാനും തമ്മിൽ അത്രയും വലിയ ബന്ധമുണ്ട്. കഥയിൽ നിന്നും മാറ്റാൻ തോന്നിയ സമയത്തൊക്കെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കീർണാവസ്ഥകളിലെ ആശ്രയങ്ങളിലൊന്ന് കഥയായിരുന്നു. അത് എഴുത്ത് തന്നെ ആണെന്നില്ല, കഥയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വായനയും ആവാം. അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോയത് തന്നെ. ഏത് കാലത്ത് എപ്പോഴാണ് കഥ എഴുതി തുടങ്ങിയെന്ന് അറിയത്തില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എഴുതുമായിരുന്നെങ്കിലും പേടിയാണ് ആരെങ്കിലും കാണിക്കാൻ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിനെ കുറിച്ച്, ഏറ്റവും വെറുപ്പുണ്ടായ ഒരാളിനെ കുറിച്ചൊക്കെ അവരോട് നേരിട്ട് പോയി പറയാൻ ഉള്ള കഴിവില്ലാത്തത് കൊണ്ട്, പേടിയുള്ളത് കൊണ്ടും കഥയാക്കി മാറ്റുമായിരുന്നു അന്ന്. ആ കഥകളൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കും തോറും പേടി കൂടുകയും ആരും അറിയാതെ അത് വലിച്ചേറി കളയൊക്കെ ചെയ്താണ് കഥയിലേക്ക് വരുന്നത്. അപ്പം കഥ ഒരു വലിയ ലെറ്റ് ഔട്ട് ആണെന്ന് മനസ്സിലായത് അങ്ങനെയാണ്. പിന്നീട് കോളേജിലെ എല്ലാവരൊക്കെ ചെയ്യുന്ന പോലെ കോളേജിലെ ഒക്കെ ആയിട്ട് എഴുതി. പക്ഷെ കഥയെ വളരെ സീരിയസ് ആയിട്ട് കണ്ടത് ജീവിതത്തിൻ്റെ വലിയ സങ്കടങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് പട്ടിണി, തൊഴിലില്ലായ്മ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ച് ഒരു ചെറിയ കാലം കോളേജ് അധ്യാപകനായിട്ടൊക്കെ ജീവിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അതൊന്നും പൂർത്തിയാക്കാനാവാതെ വലിയ പ്രശ്നത്തിലൂടെ കടന്നുപോയിട്ടാണ് പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന പോലെ തന്നെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അങ്ങനെ എനിക്ക് ഇന്ത്യൻ സിവിൽ സർവീസിലേക്കുള്ള ഒരു സെലക്ഷൻ കിട്ടുകയും ഞാൻ ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഡൽഹി ഇൻഫർമേഷൻ സർവീസിൽ ജോലി ചെയ്യുന്ന കാലത്ത് ചെയ്യാൻ തുടങ്ങിയ 93 കാര്യമാണ് പറയുന്നത്. അവിടെ വന്ന് ഇരുന്ന് ഞാൻ ശാസ്ത്രിഭവനിലാണ് ആദ്യം ജോയിൻ ചെയ്തത്. ശാസ്ത്രിഭവനോട് തൊട്ട് ചേർന്ന് ഒരു
റോഡിന് ഇപ്പുറത്താണ് VP ഹൗസ്, വിതൽഭായ് പട്ടേൽ ഹൗസ്, തൊട്ടപ്പുറത്ത് INS ബിൽഡിങ്. ഇപ്പം വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കറങ്ങി അടിച്ച് നടക്കുക എന്നുള്ളൊരു ഇഷ്ടമുള്ള കാര്യമായിരുന്നു. INSൽ എപ്പോഴും ചെല്ലുമായിരുന്നു, VP ഹൗസിൽ എപ്പോഴും ചെല്ലുമായിരുന്നു. കാരണം വളരെ പ്രിയപ്പെട്ട പിന്നീട് പരിചയപ്പെട്ട 2 സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. ഒന്ന് ജോൺ ബ്രിട്ടാസും ഒന്ന് പ്രഭാവർമ്മയായിരുന്നു. അപ്പോൾ മിക്കവാറും വൈകിട്ട് അവിടെ പോയിരിക്കും. പണ്ട് കഥ എഴുതുന്ന ദുശീലം ഉള്ളതുകൊണ്ട് ഇപ്പം ജീവിതം ഒരുമാതിരി ശാന്തമായതുകൊണ്ടും പഴയ ഓർമ്മകൾ, നാട്, നാട്ടുകാർ, സുഹൃത്തുക്കൾ, കടന്നുപോയ പ്രണയമൊക്കെ ഇങ്ങനെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വീണ്ടും എഴുത്തിലേക്ക് അങ്ങനെയാണ് ഞാൻ വരുന്നത്. 93-ലാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു കഥ എഴുതി. ആദ്യമായിട്ട് കഥ കാണിക്കുന്നത് ബ്രിട്ടാസിനെയാണ്. ബ്രിട്ടാസ് കഥ വായിച്ചൊന്നും നോക്കിയില്ല, ചോദിക്കാതെ തന്നെ പറഞ്ഞു. കഥ 93 ഫെബ്രുവരിയിലാണ് കഥ വരുന്നത്. അതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം 92 അതിന് 3 മാസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യൻ രാഷ്ട്രീയ ജീവിതത്തിനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ബാബറി മസ്ജിദ് തകർന്നു പോയത്. ആ ബാബറി മസ്ജിദിന്റെ തകർച്ചയായിരുന്നു എൻ്റെ കഥയുടെ വിഷയം. ബാബറി മസ്ജിദ് തകർക്കാൻ പോയ കർഷകരായ 3 മനുഷ്യർ തകർത്ത് കഴിഞ്ഞ് അവരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങളും അവർ വിഭ്രാന്തിയിലേക്ക് മാറി പ്രപഞ്ചത്തെ മുഴുവൻ തകർക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നതിൻ്റെ ഒരു കഥയായിരുന്നത്. ആ കഥ ആർക്ക് അയക്കണമെന്നോ അതുവരെ ഞാൻ അത്ര കാര്യമായിട്ടൊന്നും അയച്ചിട്ടൊന്നുമില്ല. ബ്രിട്ടാസാണ് ആദ്യമായിട്ട് പറഞ്ഞത് അത് ദേശാഭിമാനിക്ക് അയക്കണം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ദേശാഭിമാനിയുടെ ഷിബു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടെ ഞാൻ പറയുകയും ചെയ്തു, ഞാൻ ദേശാഭിമാനിയെ കുറിച്ചുകൂടെ പറയും. ദേശാഭിമാനിക്ക് അങ്ങനെ ഒരു കഥ അയക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ അഡ്രസ്സ് അറിയില്ല, പത്രാധിപരെ അറിയില്ല, എവിടെയാണ് എൻ്റെ ഓഫീസെന്ന് പോലും അറിയില്ല. എറണാകുളമാണോ ദേശാഭിമാനി, കോഴിക്കോടാണോ ദേശാഭിമാനി എന്ന് എനിക്കറിയില്ല. അദ്ദേഹമാണ് പറഞ്ഞ് കോഴിക്കോട് കോൺവെൻറ്റ് റോഡിലെ എന്നുള്ള അഡ്രസ്സ് പറഞ്ഞു തന്നു. ഞാൻ അങ്ങനെയാണ് കഥ ആദ്യമായിട്ട് എഴുതിയത്. സിദ്ധാർത്ഥ പരുത്തിക്കാട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു മറുപടി അയച്ചു, കഥ നന്നായിരിക്കുന്നു. അതാണ് ആദ്യമായിട്ട് എഴുതിയ കാര്യമായൊരു കഥ എന്ന് പറയുന്നത്. 93-ലാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ 2003 കഴിഞ്ഞ സമയത്ത് 30 വർഷമായിട്ട് കഥയിലാണ് ഞാനപ്പോൾ. 30 വർഷത്തിനിടെ ഞാൻ എത്ര കഥ എഴുതിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 250-300 കഥ എഴുതിയിട്ടുണ്ടാവും. 27 പുസ്തകങ്ങളുണ്ട്. 27 പുസ്തകങ്ങളിലും കഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് പഠനങ്ങളുണ്ട്, ലേഖന സമാഹാരങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഒരു 16-17 സമാഹാരങ്ങളും എനിക്കുണ്ട്. അത് മലയാളത്തിലെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും ഏറ്റവും കൂടുതൽ കഥ വന്നിട്ടുള്ളത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും ദേശാഭിമാനിയിലും കലാമിതിലൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എൻ്റെ പുതിയ കഥയുണ്ട്, സർട്ടോ ഏലിയോസ് എന്ന് പറഞ്ഞ കഥ. ആദ്യത്തെ കഥ രാഷ്ട്രീയമായിരുന്ന പോലെ തന്നെ പിന്നീട് എഴുതിയത് പലതും രാഷ്ട്രീയ കഥകൾ തന്നെയായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ മതപരമായ വർഗീയത പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് കഥകൾ ഞാൻ പല കാലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം കഥയിൽ നിന്നും മാറി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ ഔദ്യോഗിക തിരക്കുകളൊക്കെ ഇത് ചെറിയ ഇടക്കാലത്തുണ്ടായപ്പോൾ ഞാൻ പലതിനെയും മാറ്റി നിർത്തേണ്ടി വന്നു. ജീവിതത്തിൻ്റെ പല അത്യാവശ്യ ഘട്ടങ്ങളിലും മാറ്റി നിർത്താൻ കഴിയുന്ന ചിലതുണ്ട്. പലപ്പോഴും ഭക്ഷണം പോലും മാറ്റി നിർത്തേണ്ടി വരും നമുക്ക്. പക്ഷെ കഥ മാറ്റി നിർത്താൻ ശ്രമിച്ചപ്പെടുന്നത് കഥ എന്നെ വീണ്ടും വീണ്ടും വരിഞ്ഞു മുറുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പം കഥയോടൊപ്പം സഞ്ചരിക്കുക. മനുഷ്യന് ഒരു കാലത്തെയും കൂടെ കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല. ഒന്നിനെ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഒരു ഓർമ്മകളെയും മാറ്റി നിർത്താൻ കഴിയില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന പോലെ തന്നെ ശൈശവത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടല്ല മനുഷ്യൻ അവൻ്റെ ബാലനായി മാറുന്നത്. ബാല്യത്വത്തെ ഒഴിവാക്കിക്കൊണ്ടല്ല കൗമാരത്തിലെത്തുന്നത്. കൗമാരത്തെ ഒഴിവാക്കിക്കൊണ്ടല്ല മനുഷ്യൻ യുവാവാകുന്നത്. യൗവനത്തിൽ നിന്നും മനുഷ്യൻ മധ്യവയസ്കിലേക്കോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്കോ എത്തുമ്പോഴും ഒരു യുവാവൻ അയാളുടെ കൂടെയുണ്ട്. ഇങ്ങനെ കാലങ്ങൾ കൂടെ കൊണ്ട് നടക്കുക. സഞ്ചരിച്ചു വന്ന ദേശങ്ങൾ, ഇന്ത്യയിലെ ഒരുപാട് സ്റ്റേറ്റുകൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഓൾ ഇന്ത്യ സർവീസ് ആയിരുന്നുകൊണ്ട് പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും സഞ്ചരിച്ചിട്ടുണ്ട്. സഞ്ചരിച്ച സ്ഥലങ്ങളെല്ലാം കൂടെ കൊണ്ടുപോകുക എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അങ്ങനെയായിരിക്കും. പക്ഷേ എനിക്കൊക്കെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പോയ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ആദ്യകാലത്തിൻ്റെ കഥകളെക്കുറിച്ചുള്ള വിമർശനം ഡൽഹിയാണ് കഥയുടെ പശ്ചാത്തലം നടന്നത്. കാരണം വേറെ നിവൃത്തിയില്ല. ഡൽഹിയിൽ നിന്ന് മാറിയെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യകാലത്തിൻ്റെ കഥയുടെ പശ്ചാത്തലം എൻ്റെ നാടായിരുന്നു, ചെങ്ങന്നൂരായിരുന്നു. ഡൽഹിയിൽ നിന്ന് 6-7 വർഷം കഴിഞ്ഞ് ട്രാൻസ്ഫറായി കേരളത്തിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ പശ്ചാത്തലം മുഴുവൻ ഡൽഹിയായി. അത് കഴിഞ്ഞ് അത് കോഴിക്കോടായി. മാറിപ്പോയ സ്ഥലങ്ങളൊക്കെ തന്നെ കഥയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏറ്റവും അവസാനത്തെ കഥ പോലും മണിപ്പൂരാണ്. മണിപ്പൂരിലെ വർഗീയതയാണ് ഇപ്പോഴത്തെ ഈ മാതൃഭൂമി കഥയിലെ വിഷയം. ഇങ്ങനെ പോയ മനുഷ്യ ജീവിതങ്ങളൊക്കെ കഥയിലാക്കി ജീവിക്കുകയാണ്. കഥയിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഥ അതുകൊണ്ട് എനിക്കൊരു അനുഭൂതിയല്ല, എനിക്കൊരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. എൻ്റെ രാഷ്ട്രീയം പറയാൻ വേറെ വഴിയില്ല. എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. അത് മനുഷ്യത്വത്തിൻ്റെയും മാനുഷികതയുടെയും മാനവികതയുടെയൊക്കെ രാഷ്ട്രീയമാണ്. അത് പറയാൻ മറ്റു വഴിയില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ മാധ്യമം അതുകൊണ്ട് കഥ തന്നെയാണ്. അതുകൊണ്ട് കഥയിൽ നിന്ന് ഞാൻ ഒരിക്കൽ പോലും മാറി സഞ്ചരിക്കാൻ ബോധപൂർവം ശ്രമിച്ച സന്ദർഭങ്ങളുണ്ട്, പറ്റാതെ വന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോഴും കഥ വീണ്ടും എന്നെ പിന്തുടരുകയാണ്. അങ്ങനെ കഥയോടൊപ്പമാണ് കഴിഞ്ഞ 30 വർഷക്കാലം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്.
ഇടയ്ക്ക് നോവലുകൾ വരുന്നുണ്ട്, ഇടയ്ക്ക് ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണോ എന്നെ സന്തോഷിപ്പിച്ചെന്ന് ചോദിച്ചാൽ അല്ല, ഓരോ കഥകളുമാണ് സന്തോഷിപ്പിച്ചത്. കഥ എഴുതുന്ന പോലെയുള്ള സന്തോഷം, കഥ എഴുതുമ്പോൾ ഞാൻ എന്നെ തന്നെ കണ്ടെത്തുന്ന പോലെയുള്ളൊരവസ്ഥ വേറെ ഒരിടത്തും ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കഥയോട് ചേർന്ന് സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു ഈ എഴുത്തിൻ്റെ 30 വർഷക്കാലം. എനിക്ക് എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. അത് തന്നിട്ടുള്ളതാണ് ഒരു എന്താ പറയുക, ഒരു അനുഭൂതി എന്ന് പറയാം. അതാണ് അനുഭൂതി, അല്ലാതെ കഥയിലൂടെ ഉള്ളൊരു അനുഭൂതിയല്ല. കഥ എഴുതുമ്പോൾ ഓരോ കഥയും പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമാണത്. അങ്ങനെ സഞ്ചരിച്ച് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ കഥയുമായിട്ടുള്ള അനുഭവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കഥയിൽ നിന്ന് എന്നെ മാറ്റി നിർത്താൻ ഒരു വിധത്തിലും എനിക്ക് കഴിയില്ല. കഥ ഒരു സ്വതന്ത്ര ലോകമാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. മനുഷ്യൻ എല്ലാ രീതിയിലും അറ്റാച്ച്ഡ് ആണ്, എങ്കിൽ പോലും കഥയ്ക്കൊരു സ്വതന്ത്ര ലോകമാണ്. നമുക്ക് ഇഷ്ടമുള്ള എഴുതാൻ കഴിയുന്ന കഥാപാത്രങ്ങളെ ആവിഷ്കരിക്കാൻ കഴിയുന്ന ആരുടെയും പ്രേരണയില്ല. എന്താണ്, എങ്ങനെ എഴുതണം എന്നൊക്കെ നമ്മൾ വളരെ സമയം പഠിച്ചിട്ടുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അതൊക്കെ അറിയാം. എം പി പോൾ ഉണ്ടായിരുന്നു, നമുക്ക് ചെറുകഥാ പ്രസ്ഥാനം. എം പി പോളുമാർ മലയാളത്തിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ സാഹിത്യത്തിലും എം പി പോളുമാരുണ്ട്. ഒരുപാട് ഭാഷയിൽ എങ്ങനെ സ്റ്റീഫൻ കിങ്ങിനെ പോലെയൊക്കെയുള്ള ആൾക്കാരെ ഹൗ ടു റൈറ്റ് ഷോർട്ട് സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞ് വലിയ പുസ്തകം എഴുതി ഒരുപാട് എഡിഷൻസ് ഒക്കെ വന്നിട്ടുള്ള പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ അങ്ങനെ വരുമ്പോഴും നമുക്കറിയാം അതൊന്നുമല്ല കഥ എഴുത്ത്. കഥയുടെ ലോകത്തിലെ സ്വതന്ത്ര മനുഷ്യരാണ്. നമുക്കൊരു സ്വന്തമായ ഭരണഘടന ഉണ്ടാക്കി സ്വന്തമായ രാജ്യം ഭരിക്കുന്ന മനുഷ്യരാണ് കഥാകൃത്തുക്കൾ. അവിടെ യാതൊരുവിധ മറ്റ് ഔട്ട്സൈഡ് ഇൻവോൾവ്മെന്റിനും പ്രസക്തിയില്ല. നമ്മളെ മാനുഷികതയിൽ നമ്മൾ ജീവിക്കുന്നു, നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുന്ന, ഇഷ്ടം പോലെ എഴുതാൻ കഴിയുന്ന, നമ്മുടെ ചിന്തകളെ ആവിഷ്കരിക്കാൻ കഴിയുന്ന, അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് കഥ എന്ന് ഞാൻ കരുതുന്നതുകൊണ്ട് ആ റിപ്പബ്ലിക്കിൽ ചേർന്ന് ജീവിക്കുകയായിരുന്നു ഈ 30 വർഷവും. ഇങ്ങനെ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ കഥയും ഞാനും എന്ന് പറയുമ്പോൾ എഴുത്തുകാർ മനസ്സ് തുറക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ ആർക്കും അവനവൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പറയാൻ സമയപരിധി കാരണം സാധിച്ചില്ല. എന്നാലും എല്ലാവരും അവരവർക്ക് പറയാനുള്ളത് ഒരുവിധം ഭംഗിയായി തന്നെ ഇവിടെ പറഞ്ഞു. ഞങ്ങളെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഇവിടെ പങ്കെടുത്ത എഴുത്തുകാർക്കും നന്ദി. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കഥകളൊന്നും തന്നെ അവസാനിക്കുന്നേയില്ല, അവ അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട എഴുത്തുകാരായ DM സുഹ്റ, ഫ്രാൻസിസ് നിറോണ, VM ദേവദാസ്, ബിനു എബ്രഹാം, C അനൂപ്, M മഞ്ജു, VKK രമേശ്, ഐസക് ഈപ്പൻ എന്നിവർക്കും ശ്രോതാക്കൾക്കും ഹൃദയം പൂർവ്വം നന്ദി പറയുന്നു.